രണ്ട് പുണ്യമാണ് ഈ സദസ്സിനിക്ക് ഉള്ളത്. ഒന്ന്, ദർസിന്റെ വാർഷികം. ഈ ലോകത്ത് അല്ലാഹു ഒരു മനുഷ്യനിക്ക് നൽകുന്ന ഏറ്റവും വലിയ സ്ഥാനം അത് ഇൽമിന്റെ സ്ഥാനമാണ്. അത് ഇൽമിന്റെ ബഹുമാനമാണ്. കഴിഞ്ഞ കൊല്ലം ആ വിഷയം ഞാൻ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല, കാരണം നോട്ടീസിൽ വിഷയമില്ലാണ്ടിരിക്കുന്നില്ല, ഇങ്ങനെ പറയാനാണ്. ഏറ്റവും വലിയ ബഹുമാനം അത് ഇൽമിന്റെ മഹത്വമാണ്. പരിശുദ്ധ ഖുർആനിൽ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പടക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല മലായികത്തുകളോട് കൂടിയാലോചന നടത്തിയപ്പോ മനുഷ്യരെ സംബന്ധിച്ച് മലക്കുകൾ പറഞ്ഞ അഭിപ്രായം മോശമായ ഒരു അഭിപ്രായമായിരുന്നു. മനുഷ്യനെ ഈ ലോകത്ത് പടക്കേണ്ട ആവശ്യമില്ല. അവർ അക്രമമുണ്ടാക്കുകയും കുഴപ്പമുണ്ടാക്കുകയും രക്തം ചീറ്റുകയും കൊലയുണ്ടാക്കുകയും ചെയ്യുന്ന അക്രമകാരികളായ ഒരു കൂട്ടരാണ്. അവരെ പടക്കേണ്ടതില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളോട് പറഞ്ഞ വാക്ക് എനിക്കറിയാം. ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നിങ്ങളറിയാത്ത പലതും ഞാൻ അറിയുന്നുണ്ട് എന്നായിരുന്നു മറുപടി. അർഹമുർ-റഹീമായ റബ്ബ് ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചു. ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചു എന്ന് മാത്രമല്ല, മോശമായ അഭിപ്രായം പറഞ്ഞ മലക്കുകളുടെ മുമ്പിൽ ആദം നബിയുടെ മഹത്വം മനസ്സിലാക്കി കൊടുക്കണം. ആ മഹത്വം മനസ്സിലാക്കി കൊടുക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദം നബിക്ക് എന്താണ് തെരഞ്ഞെടുത്തത്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെ പേരുകളും ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുത്ത സംഗതികളെല്ലാം ആ വസ്തുക്കളെ മലായികത്തിന്റെ മുമ്പിൽ ഹാജരാക്കിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലായികത്തിനോട് ഈ വസ്തുക്കളുടെ പേരുകൾ അന്വേഷിക്കുമ്പോൾ മലക്കുകൾ അവിടെ നിന്ന് പറഞ്ഞു, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. പടച്ച റബ്ബേ, നീ അറിയിച്ചു തന്ന ഇൽമല്ലാതെ ഞങ്ങൾക്ക് ഇൽമില്ല. മലക്കുകൾ ഈ വസ്തുക്കളുടെ പേരുകൾ പറയുന്നില്ല. ആദം നബി അലൈഹിസ്സലാം മലക്കുകളുടെ മുമ്പിൽ ഈ വസ്തുക്കളുടെ പേരുകൾ മുഴുവനും അങ്ങ് അല്ലാഹുവിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുത്തു. അങ്ങനെ മലക്കുകൾ അറിയാത്ത പ്രത്യേകമായ ഇൽമ് ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അജബൻ അജബ, മലക്കുകൾ അത്ഭുതപ്പെട്ടു പോയി. ഇത് എവിടെ നിന്നാണ് ആദം നബിക്ക് കിട്ടിയത്? ആദം നബിന്റെ ബഹുമാനം അല്ലാഹു തആല മലായികയുടെ മുമ്പിൽ വെളിവാക്കി കൊടുക്കുന്നത് ആദം നബിക്ക് വലിയ അറിവ് കൊടുത്തിട്ടാണ്. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല വലിയ പണ്ഡിതനാക്കി മാറ്റുന്നു മലക്കുകളുടെ മുമ്പിൽ. അങ്ങനെ ആദം നബി അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു തആല വലിയ ഇൽമു കൊടുത്ത് ആദരിച്ചപ്പോ അല്ലാഹ് മലക്കുകളോട് പറയുന്ന വാക്കാണ് ഉസ്ജുദൂ ലി ആദം, നിങ്ങൾ ആദമിനിക്ക് സുജൂദ് ചെയ്യണം. ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ആദമിനിക്ക് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയായ ആദം നബിയെ നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ആയത്തിന്റെ ദിവസത്തിൽ മഹാനായ റാസി ഇമാം എഴുതി വെച്ചത് കാണാം.
وكان علم آدم سببا للسجود والتحية. ആദം നബി അലൈഹിസ്സലാമിന് മലക്ക് സുജൂദ് ചെയ്ത് ആദരിക്കാനുള്ള കാരണോ അത് ആദം നബിന്റെ ഇൽമായിരുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യനെ പടക്കുന്ന സമയത്ത് മലക്കുകൾ മോശമായ അഭിപ്രായം പറഞ്ഞപ്പോൾ ആ മലക്കുകളെ മുമ്പിൽ അല്ലാഹു തആല ആദം നബിന്റെ ബഹുമാനം മനസ്സിലാക്കി കൊടുക്കുന്നത് ഇൽമിലൂടെയാണ്. ആദമിന്റെ ബഹുമാനം അല്ലാഹു തആല മലക്കുകളെ മുമ്പിൽ വെളിവാക്കിയത് ഇൽമിലൂടെയാണ്. ആ ഇൽമ് മനുഷ്യനെ വലിയ പദവിയിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഇൽമ നൽകപ്പെട്ടവർക്ക് അല്ലാഹു തആല വലിയ 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 പദവികൾ നൽകുകയാണ്. ആ പദവി ചില്ലറ പദവിയല്ല, ദറജാത്ത്. ഇമാം ഷാഫി തങ്ങളുടെ പദവി, അബൂ ഹനീഫ തങ്ങളുടെ പദവി, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ പദവി, ഇങ്ങനെ വലിയ വലിയ പദവികൾ അല്ലാഹു തആല ഇൽമ നൽകപ്പെട്ടവർക്ക് നൽകുന്നു. ഇൽമിന്റെ ബഹുമാനം ചെറുതല്ല. അല്ലാഹു തആല ഈ ഭൗതിക ലോകത്തൊരു മനുഷ്യനിക്ക് നാളെ ആത്മീയ ലോകത്തും ഭൗതിക ലോകത്തും വലിയ സ്ഥാനം കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അല്ലാഹു തആല ഒരാൾക്ക് വണ്ണമായ ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവനെ ദീൻ വിഷയത്തിൽ വലിയ അറിവുള്ളവനാക്കി അല്ലാഹു തആല മാറ്റുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ വലിയ സ്ഥാനം കൊടുക്കുന്ന ഇൽമ്, ആ ഇൽമാണ് നമ്മുടെ നാട്ടിൽ അഭിമന്യരായ ശൈഖുനാ ഉസ്താദ് അവറുകൾ കുറേ മുതഅല്ലിമീങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ദർസ് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാകട്ടെ. നമ്മുടെ ദർസ് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാകട്ടെ. ആവശ്യമായ മുതഅല്ലിമീങ്ങളെ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഉസ്താദിനിക്കല്ല കുറവ്, മുതാലിങ്ങൾക്കാ കുറവ്. ഞാൻ നേരത്തെ അദ്ദാനിരുത്തപ്പോൾ ഞാൻ കുറേ എണ്ണി, ഇത് തലകെട്ട് കെട്ടിയാൽ എത്രയുണ്ട്, തലകെട്ട് കെട്ടാത്താൾ എത്രയുണ്ട്, നാട്ടുകാർ എത്രയുണ്ട്, ഇങ്ങനെ കുറേ എണ്ണി നോക്കുമ്പോൾ എനിക്ക് തലകെട്ട് കിട്ടിയത് 8 9 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എന്റെ എണ്ണം തെറ്റിയതാണെന്ന് എനിക്കറിയില്ല, അല്ലേ? ഇപ്പോഴാരും പഠിക്കാൻ തയ്യാറല്ല. പക്ഷെ അൽഹംദുലില്ലാഹ് ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരായ കുറേ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അല്ലാഹു അവർക്കൊക്കെയും ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടുത്തെ ദർസിൽ പഠിക്കുന്ന എല്ലാ മുതഅല്ലിമീങ്ങൾക്കും അല്ലാഹു തആല വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെപ്പോലത്തെ ഭാഗ്യവന്മാർ ലോകത്ത് വരാരാ. ഒരു നാട്ടിൽ ദർസ് ഉണ്ടാകലും ആ നാട്ടിൽ മഹാന്മാരുടെ മഖ്ബറ ഉണ്ടാകലും അത് രണ്ടും ആ നാട്ടിന്റെ ഏറ്റവും വലിയ ബർക്കത്താ. അത് രണ്ടുമുള്ള സ്ഥലമാണ് നമ്മുടെ കന്യാന. ദർസുണ്ടാവലും മഹാന്മാര് നമ്മുടെ ദർസ് നാട്ടിൽ കിടക്കലും രണ്ടും വലിയ ബർക്കത്താ. നിങ്ങൾ നോക്കൂ, പൊന്നാണിയിലെ ചരിത്രം പറയുന്ന കിതാബുകളിൽ എഴുതി വെച്ചതായി കാണാം. പൊന്നാണിയിലെ പഴയ കാല കാരണവന്മാരും ആലിമീങ്ങളുമൊക്കെ മരിക്കുന്ന സമയത്ത് തന്റെ മക്കളെ വിളിച്ചിട്ട് വസിയ്യത്ത് ചെയ്തത് അതാ ചരിത്രം പറയുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് കാണുന്നുണ്ട്. പഴയ പൊന്നാണിക്കാര് പറയുന്ന വസിയ്യത്ത് എന്താ? മക്കളെ, ഞാൻ മരിച്ചാൽ എന്റെ പൊന്നാണിയിലെ വലിയ പള്ളിയുടെ ഹദ്റത്തിൽ കൊണ്ടുപോയി ഖബറടക്കണം. കാരണം അത് ദർസ് എടുക്കുന്ന സ്ഥലമാണ്. ആ ദർസ് എടുക്കുന്ന സ്ഥലത്ത് തന്നെ ഖബറടക്കണം. എന്തേ ദർസ് എടുക്കുന്ന സ്ഥലത്ത് ഖബറടക്കണം എന്ന് പറയാൻ കാരണം അവിടെ മുതഅല്ലിമീങ്ങൾ ഓതിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൽമിന്റെ ശബ്ദം അത് വലിയ ശബ്ദമാണ്. ഇൽമിന്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് മഹാന്മാരെ വരെ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇൽമിന്റെ ശബ്ദം കേട്ടാൽ ഖബറാളിയെ മലക്കുകൾ ശിക്ഷിക്കൂല. ശിക്ഷ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ പോലും ഇൽമിനെ ശ്രദ്ധിക്കുമെന്ന് വരെ ഇമാമിങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്.
അങ്ങനെ വലിയ മഹത്വമുണ്ട് ദർസ് നടക്കുന്ന പള്ളിയുടെ ചുറ്റുഭാഗത്ത്. ഇനി നിങ്ങൾ നോക്കൂ, മഹാന്മാര് കിടക്കുന്ന സ്ഥലത്തും വലിയ ബറക്കത്തുണ്ട്. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്റാ മിറാജിന്റെ രാത്രിയല്ലേ ഈ റജബിന്റെ രാത്രികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ നിന്നിട്ട് മലക്കുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഖാലിഖായ റബ്ബിന്റെ മുമ്പിലേക്ക് മുത്തുനബിയെ യാത്രയ്ക്ക് വേണ്ടി കൊണ്ടുപോകാൻ വന്നതാണ്. മക്കയിലെ ഹറം പള്ളിയിൽ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോകുന്നത് റബ്ബിന്റെ മുമ്പിലേക്കല്ല, ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയിലേക്കല്ലേ മുത്തുനബിയെ കൊണ്ടുപോകുന്നത്. എന്നാൽ ഹറം പള്ളിയും ബൈത്തുൽ മുഖദ്ദസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തുസദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ. നിങ്ങൾ പള്ളിന്റെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് 3 പള്ളിയിലേക്കല്ലാതെ യാത്ര സംഘടിപ്പിക്കാൻ പാടില്ല. പള്ളിന്റെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് 3 പള്ളികളിലേക്കല്ലാണ്ട് യാത്ര പോകാൻ പാടില്ല. ബാക്കിയുള്ള എല്ലാ പള്ളിയും ഒരുപോലെയാണ്. പുണ്യം കൂടുതലുള്ള പള്ളി ലോകത്ത് 3 എണ്ണമാണ്. ഒന്ന് മക്കത്തെ പള്ളി, മദീനയിലെ പള്ളി, ബൈത്തുൽ മുഖദ്ദസ് ആകുന്ന പള്ളി. ഈ 3 പള്ളിക്ക് പ്രത്യേകത കൂടുതലുണ്ട്. ബാക്കിയുള്ള എല്ലാ പള്ളിക്കും ഒരേ ബഹുമാനമാണ്. അതുകൊണ്ട് പള്ളിന്റെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് മറ്റൊരു പള്ളിക്ക് പോകേണ്ടതില്ല. നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ നാട്ടിൽ ചില ആൾക്കാർ കാണാം, റമദാനില് ഒരു ജുമാഅക്ക് നമ്മളെ ടൗൺ പള്ളിയിൽ ഈ കന്യാനത്തെ പള്ളിയിൽ എല്ലാ ജുമാഅക്കും വരുന്ന ഒരാള് ഒരു ജുമാഅക്ക് പുത്തൂർ ടൗൺ പള്ളിക്ക് പോവാ, അല്ലെങ്കിൽ വീട്ടിലത്തെ ടൗൺ പള്ളിക്ക് പോവാ. അങ്ങനെയുണ്ട്. നമ്മളെ പേരളത്തെ ആചാരമൊക്കെ കാണുന്നുണ്ട്. എങ്ങനെ എത്തിപ്പെട്ടെന്ന് അറിയുന്നില്ല ഇവിടെ. എങ്ങനെ എത്തിപ്പെട്ട ആചാരം? ഈ കല്യാണം ചെയ്തിരുന്നോ? നമ്മളെ സ്നേഹിക്കുന്ന പേരളത്തൊരു ആചാരം നമ്മളെ സ്ഥലത്തിൽ എല്ലാത്തിന്റെ മൊയ്പാണ്. അപ്പോ നമ്മളെ പേരളത്തൊക്കെ കാണാം. എന്താണ്? റമദാനിന്റെ ലാസ്റ്റ് വിളിച്ച കുറച്ച് ആൾക്കാർ തലക്കരക്ക് പോകാറുണ്ട് ചുമ്മാ കൂടാൻ വേണ്ടിയിട്ട്. എന്നാൽ എന്റെ പെർളയിലെ പള്ളിയും തളങ്കര പള്ളിയും ഒരേ ബഹുമാനം തന്നെയാണ്. കേരളത്തെ പള്ളിയും കന്യാനത്തെ പള്ളിയും ഒരേ ബഹുമാനം തന്നെയാണ്. എല്ലാ പള്ളിക്കും ഒരേ ബഹുമാനമാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തുസദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ. പള്ളിന്റെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ 3 പള്ളിയിലേക്കല്ലാണ്ട് പള്ളിന്റെ പുണ്യത്തിന് വേണ്ടി യാത്ര പോകാൻ പാടില്ല. അങ്ങനെ പള്ളി 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 എന്ന് ആവർത്തിച്ച് പറയാൻ കാരണം എന്തറിയോ? ഇവിടുത്തെ സലഫികൾക്ക് ഒരു ധാരണയുണ്ട്, ഇത് സിയാറത്തിന് പോകാൻ പാടില്ല എന്ന് പറയുന്ന ഹദീസാണ്. ഈ സിയാറത്ത് പാടില്ല എന്ന് പറയുന്ന സലഫികൾ നടുറോട്ടിൽ പരസ്യമായി സ്റ്റേജ് കെട്ടി വയൽ പറയുമ്പോ അവർ ഓതുന്ന ഹദീസാ, ലാ തുസദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസി മസാജിദ. നിങ്ങൾ സിയാറത്തിന് 3 പള്ളിക്കല്ലാണ്ട് പോകാൻ പാടില്ല, മറ്റൊരു പള്ളിക്കും സിയാറത്തിന് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഫൈദുൽ ബാരി പറഞ്ഞു, ഈ ഹദീസിലേക്ക് സിയാറത്തുമായി യാതൊരു ബന്ധവുമില്ല, ഇത് പള്ളിയുമായി ബന്ധപ്പെട്ട ഹദീസാണ്, സിയാറത്തുമായി ബന്ധപ്പെട്ട ഹദീസേ അല്ല. സിയാറത്തിനിക്ക് വല തഅല്ലുഖ ബിഹി ലിസിയാറത്തുൽ ഖുബൂർ ഫൈദുൽ ബാരി എഴുതി വെച്ചതായി കാണാം. ഈ ഹദീസിനിക്ക് സിയാറത്തുൽ ഖുബൂറുമായി ഖബർ സിയാറത്തുമായി യാതൊരു ബന്ധവുമില്ല. സലഫികൾ കെട്ടിയുണ്ടാക്കിയ നുണയാണത്. ഇനി നിങ്ങൾ നോക്കൂ, 3 പള്ളിക്ക് ലോകത്ത് വലിയ ബഹുമാനമാണ്. അതിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ള പള്ളി ഏതാണ്? ലോകത്തെ ആദ്യത്തെ പള്ളിയായ മക്കയിലെ പള്ളിയാണ്. ആ മക്കയിലെ പള്ളിയിൽ ഒരാൾ കയറി ഒരു റക്അത്ത് നിസ്കരിച്ചാൽ ആ ഒരു റക്അത്തിന് 1,00,000 1,00,000 പ്രതിഫലമാണ്, 1,00,000 പ്രതിഫലമാണ്. എന്നാൽ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ഇലാഹിന്റെ ശറഹിൽ ഇബ്നു ഹജർ തങ്ങൾ എഴുതി വെച്ചത് കാണാം. അല്ല 1,00,000 മക്കയിലെ പള്ളിയിൽ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,00,00,000 റക്അത്തിന്റെ പ്രതിഫലമാണ്. 1,00,00,000 റക്അത്തിന്റെ പ്രതിഫലമാണ് ഇബ്നു ഹജർ തങ്ങൾ എഴുതി വെച്ചത് കാണാം. ഏതായാലും ഇരിക്കട്ടെ, ഒരു റക്അത്തിനിക്ക് 1,00,000 പ്രതിഫലം കിട്ടുന്ന മക്കയിലെ പള്ളി, ആ മക്കയിലെ പള്ളിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതാ കൊണ്ടുപോകുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. ബൈത്തുൽ മുഖദ്ദസ് ആണെങ്കിലോ ഒരു റക്അത്തിനിക്ക് 1000ന്റെ കൂലി അല്ല, ഒരു റക്അത്തിനിക്ക് 10,000ന്റെ കൂലി. രണ്ടഭിപ്രായം. എത്രയായാലും മക്കത്തെ പള്ളിനേക്കാൾ കുറവല്ലേ? ഒരു റക്അത്തിന് 1000 കൂലി അല്ലെങ്കിൽ 10,000 കൂലി ആയിക്കോട്ടെ, 10,000 തന്നെ പിടിച്ചോ. എന്നാൽ അതിനേക്കാൾ 10 ഇരട്ടി കൂടുതലല്ലേ മക്കയിലെ പള്ളിയിലുള്ളത്? ആ വലിയ പുണ്യമുള്ള മക്കത്തെ പള്ളിയിൽ നിന്നിട്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീലാകുന്ന മലക്ക് വന്ന് കൊണ്ടുപോകുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. എന്താണ് ബൈത്തുൽ മുഖദ്ദസിന്റെ ബഹുമാനം? അത് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയാകുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുത്തുനബിയെ രാത്രി യാത്ര ചെയ്യിപ്പിച്ച അല്ലാഹ് എത്ര പരിശുദ്ധനാണ്. എന്തിനാണ് ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയത്? ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റുഭാഗത്ത് നാം വലിയ ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. ആ ബറക്കത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത് ബൈത്തുൽ മുഖദ്ദസിലേക്ക്. എന്തായിരുന്നു മക്കത്തെ പള്ളിയിൽ ഇല്ലാത്ത ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്തുള്ള ബറക്കത്ത്? എന്താ എന്താണ് അതിന്റെ ബറക്കത്ത്? ചില തഫ്സീറിന്റെ കിതാബിൽ കാണുന്നുണ്ട്, അത് കുറെ പൂച്ചെടിയുണ്ട് അവിടെ. അതൊരു ബറക്കത്തായി കൂട്ടാൻ പറ്റുമോ? പൂച്ചെടി വലുതാകത്തുണ്ടാകുന്നില്ലേ? എന്നാൽ അല്ലാമ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ബൈത്തുൽ മുഖദ്ദസിലേക്ക് ബറക്കത്തുണ്ടെന്ന് പറയാൻ കാരണം 10,000-കണക്കിന് മഹാന്മാർ അവിടെ വിശ്രമിക്കുന്നുണ്ട്, അവിടെ കിടക്കുന്നുണ്ട്. 10,000-കണക്കിന് മഹാന്മാർ ബൈത്തുൽ മുഖദ്ദസിൽ ചുറ്റുഭാഗത്ത് കിടക്കുന്നുണ്ട്. മഹാന്മാരുടെ മഖ്ബറയുണ്ട് അവിടെ. അതുകൊണ്ടാണ് ആ ബൈത്തുൽ മുഖദ്ദസിന് ബറക്കത്തുണ്ടാകാനുള്ള കാരണം. ഇങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഉണ്ട് എന്ന് പറഞ്ഞു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ കണ്ടില്ലേ മുസ്ലിം നിങ്ങൾ പറയാൻ? നാം മുസ്ലിം ഇപ്പോൾ ചെയ്ത ഹദീസിൽ കാണാം, അള്ളാന്റെ ഹബീബ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കയറുമ്പോ ചുവടെ ഒരു ഖബർ. ആരുടെ ഖബറാ? മുസ്ലിം പറയുന്നുണ്ടോ നിങ്ങൾ? റഅയ്തു, ഞാൻ കണ്ടു, മൂസ നബിയെ യുസല്ലി, നിസ്കരിക്കുന്നത് കണ്ടു, ഫിൽ ഖബരി, ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നത് കണ്ടു. ഡൗട്ട് വേണ്ട, ഖായിമ, നിന്നിട്ട് നിസ്കരിക്കുന്നത് കണ്ടു. ബാറക്കനാ ഹൗലഹു, ചുറ്റുഭാഗത്ത് ബറക്കത്തുണ്ട്. മഹാന്മാരുടെ മഖ്ബറയുണ്ട്. ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൂസാ നബിയുടെ ഖബർ ഞാൻ കണ്ടിട്ടുണ്ട്. മതി, കാര്യം സാധിക്കാകാൻ ഒന്ന് കിട്ടിയാൽ മതി. കണ്ടില്ലേ നിങ്ങൾ? അവിടെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മഖ്ബറയുണ്ട്. അതുപോലെ എത്രയോ വലിയ വലിയ മഹാന്മാരുടെ മഖ്ബറയുണ്ട്. ആ മഹാന്മാരുടെ മഖ്ബറയുള്ള പള്ളി ഈ കന്യാനത്തെ ഈ പള്ളിയും തൊട്ടപ്പുറത്തുള്ള ആ പള്ളിയും കന്യാന ടൗണിലുള്ള പള്ളിയും ഈ ചുറ്റുഭാഗത്തുള്ള എല്ലാ പള്ളിയും ഒരേ പവറാണ്. ഈ കന്യാനത്തെ പള്ളിയും കേരളത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയും ഒരുപോലെയാണ്. എന്നാൽ ഈ പള്ളിക്ക് നമ്മളെ പള്ളിയേക്കാൾ കുറച്ച് ബഹുമാനം കൂടുതലുണ്ട്. അതെന്താണ്? അത് പള്ളിന്റെ ബഹുമാനമല്ല, അത് പുറത്തുനിന്ന് കിട്ടിയ ബഹുമാനമാണ്. അതെന്താ? മഹാന്മാര് കിടക്കുന്ന മഖ്ബറയുണ്ട് ഇവിടെ. അങ്ങനെ മഹാന്മാര് കിടക്കുന്ന മഖ്ബറ ഒരു നാട്ടിലുണ്ടായോ അവിടെ വലിയ ബറക്കത്തുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്റെ പെർളയിലെ ജമാഅത്തുകാർ റമദാനിന്റെ ലാസ്റ്റ് വെള്ളിയാഴ്ച തളങ്കരയ്ക്ക് പോകാറുണ്ട്. എന്തേ പോകണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണോ, എന്റെ പള്ളിക്കില്ലാത്തൊരു പ്രത്യേകത ആ തളങ്കര പള്ളിക്കുണ്ട്. അതെന്താണ്? അത് പള്ളിന്റെ ബഹുമാനമല്ല. പള്ളി പെർളയിലെ പള്ളിയും തളങ്കര പള്ളിയും ഒരേ പള്ളി തന്നെയാണ്. പക്ഷേ ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് വലിയ വലിയ മഹാന്മാര് കിടക്കുന്നുണ്ട്. അത് വലിയ ബറക്കത്താണ് കേട്ടോ. മഹാന്മാരൊരു നാട്ടിൽ കടക്കുന്നുണ്ട് എങ്കിൽ അത് ആ നാട്ടിലേക്ക് ഏറ്റവും വലിയ ബറക്കത്താണ്. ഈ കന്യാന നാട്ടിലേക്ക് അല്ലാഹു തആല വലിയ 2 ബറക്കത്ത് ചെയ്ത്, ഒന്ന് വലിയ ദർസിന്റെ ബറക്കത്താണ്, 2 മഹാന്മാര് കിടക്കുന്ന ബറക്കത്താണ്. ഇനി കണ്ടില്ലേ നിങ്ങള്, ഒരു നാട്ടിൽ ഒരു മഹാന് കിടക്കുന്നുണ്ട് എങ്കിൽ ആ മഹാൻ അല്ലാഹുവിന്റെ പൊരുത്തപ്പെട്ട വലിയ ആളാണ്. റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്നുള്ള ഖുർആനിൽ പറഞ്ഞവരാണ്. അല്ലാഹ് അവരെ തൃപ്തിപ്പെടുകയും അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെടുകയും ചെയ്തവരാണ്. പിന്നെയോ മഹാന്മാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരെ പേടിക്കേണ്ടതില്ല, അവര് ബേജാറാകേണ്ടതില്ല. അവരെ കാര്യങ്ങളൊക്കെ ഖാലിഖായ റബ്ബ് ഏറ്റെടുത്തവരാണ്. അങ്ങനെ റബ്ബിന്റെ മഹാന്മാരാകുന്ന ഇഷ്ടദാസന്മാരൊരു നാട്ടിലേക്ക് കടക്കുമ്പോ ആ നാട്ടിലേക്ക് റബ്ബിന്റെ പ്രത്യേകമായ നോട്ടമുണ്ടാകുന്നു. മഹാന്മാര് താമസിക്കുന്ന സ്ഥലത്തേക്ക് അല്ലാഹ് മുസീബത്ത് ഇറക്കൂല, അല്ലാഹു വലിയ അദാബ് ഇറക്കൂല.
ആ നാട്ടിൽ അല്ലാഹു മഹാന്മാരുടെ അനുവാദമില്ലാതെ ആ നാട്ടിനെ അല്ലാഹു നശിപ്പിക്കൂല. മഹാന്മാര് കിടക്കുന്ന നാട്ടിൽ പെട്ടെന്ന് മുസീബത്ത് ഉണ്ടാവൂല. ഇനി നിങ്ങൾ നോക്കൂ, എന്തുകൊണ്ടാണ് മുസീബത്ത് ഉണ്ടാകാത്തത്? അതിന്റെ കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് അല്ലാഹുവിനെ പേടിക്കുന്നവരാരാണ്? അൽ ഉലമാ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാന്മാരാണ്. ആ മഹാന്മാർ അല്ലാഹുവിനെ പേടിക്കുന്നവരാണ്. എന്നാൽ ഇതേ ആയത്തിലേക്ക് മറ്റൊരു ഇമാമിങ്ങൾ അവരെ കിതാബിൽ പറയുന്നുണ്ട്. അതെന്താണ്? ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹി അൽ ഉലമാ. അല്ലാഹു ആരിഫീങ്ങളെ പേടിക്കുന്നുണ്ട്, അല്ലാഹു മഹാന്മാരെ പേടിക്കുന്നുണ്ട് എന്ന് ഈ ആയത്തിലേക്ക് മറ്റൊരർത്ഥം മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു മഹാന്മാരെ പേടിക്കാണ്. എന്ത് മൂലർക്ക് വരെ പണിയില്ല, അല്ലാഹു മഹാന്മാരെ പേടിക്കുന്നത്. ആ ഡൗട്ട് വന്നെന്തറിയോ, നമുക്ക് ഒരു പേടിയേ അറിയുള്ളൂ. പേടി ഒന്നല്ല, പേടി കുറേയുണ്ട്. അതെന്താ പേടി? കുറെ പേടി. അത് ഞാൻ പറയാം. ഇപ്പൊ ഒരാള് പറയാണ്, എനിക്ക് കന്യാൻ തുസ്ഥാനം കാണുമ്പോ പേടിയാന്ന്. വേറൊരുത്തം പറയുന്നത്, പടച്ചോനെ എനിക്ക് പാമ്പിനെ കാണുമ്പോ പേടിയാന്ന്. ഓരോരുത്തം പറഞ്ഞ്, ഞാൻ വേദന വരുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് കപ്പനാണെങ്ങനെ കണ്ട് നോക്കുമ്പോ കാട്ടുന്നൊരു പുലി ഇറങ്ങി, യാ റബ്ബ്, ഞാൻ ഓടി അത് പറയേണ്ട രംഗമൊന്ന് അല്ലേ? എല്ലാ പേടി ഒരുപോലെയാണ്, ഈ 3 പേടി ഒരുപോലെയാണോ? അതല്ലേ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ് പോയിട്ട് ഒരു ദിവസം നമ്മുടെ കന്യാന ടൗണിൽ ഒരു ബേക്കറിക്ക് കയറി. ബേക്കറിക്കാരോട് പറഞ്ഞ് ഒരു 10 രൂപന്റെ മൻസിതാന്ന് പറഞ്ഞു, ചോക്ലേറ്റ് ഇതാ. അപ്പൊ ചോദിച്ചോ, എന്തിനാ ചേരാൻ എനിക്കിപ്പോ എന്റെ പൊരിൽ എന്റെ മോളെ കിടാണ്ട് എനിക്ക് എന്റെ മീത്ത കയറാൻ വേണ്ടി എനിക്ക് പേടിയെന്ന കിടാതിനെ മനുഷ്യണ്ടാന്ന് പറഞ്ഞു. ഇത്ര വലിയ ആചാരം 2 വയസ്സിന്റെ കിടാതിനെ പേടിക്കുന്നു. ഇതിനും തർക്കമല്ലേ? കാലൊരു ഇടക്കൽ കൊടുത്താൽ തിരിച്ചു പോകൂലേ? പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ 2 വയസ്സിന്റെ കിടാവിനെ ഉപ്പാപ്പക്ക് ഭയങ്കര പേടിയാണ്. എല്ലാ പേടി ഒരുപോലെയാണോ? പാമ്പിനെ കണ്ടപ്പോ പേടിച്ചതും, പുലിനെ കണ്ടപ്പോ പേടിച്ചതും, ഉസ്താദിനെ കണ്ടപ്പോ പേടിച്ചതും, പുള്ളിനെ പേടിച്ചതും എല്ലാം ഒരുപോലെയാണോ? ഒരിക്കലും അല്ല. അങ്ങനെ വ്യത്യസ്തമായ പേടികളുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഹൗസാനിയുടെ റിസാലയിൽ അതൊക്കെ വ്യത്യസ്തമായ പേടികളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ പേടികളെ കൂട്ടത്തിൽ ഒരു പേടിയാണ് നേരത്തെ പറഞ്ഞ കിടാക്കളെ കാണുമ്പോൾ പേടിയാന്ന് പറഞ്ഞില്ലേ, അത് സ്നേഹത്തിന്റെ പേടിയാ. അത് സ്നേഹത്തിന്റെ പേടിയാ. 2 വയസ്സിനെ കിടാൻ എന്താക്കാനും കഴിയില്ല. ഉപ്പാപ്പക്ക് ആ പുള്ളിയോട് ഭയങ്കര പിരിസം. ആ പിരിസത്തിന്റെ പേടി കൊണ്ടുപോയില്ലെങ്കിൽ ഈ കിട അങ്ങനെ പിടിച്ചു ഭരിക്കും. അങ്ങനെ നിന്ന് ഷർട്ടും തുണിയും പിടിച്ചു ഭരിക്കും. ഉപ്പാപ്പ ജദ്ദി 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 എന്നൊക്കെ വിളിക്കും. അങ്ങനെ വിളിക്കുമ്പോ പിന്നെ അത് ആ വിഷമം കൊണ്ട് കൊണ്ടുപോയില്ലെങ്കിൽ വല്ലാത്ത ടെൻഷനാ. അപ്പൊ സ്നേഹത്തിന്റെ പേടിയാ. ഈ ഒരു പേടിയാണ് അല്ലാഹുവിന്റെ മഹാന്മാരെ അല്ലാഹു പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തിന്റെ പേടിയാണ്. നിങ്ങൾ കണ്ടില്ലേ, നമ്മളൊരു കിടാവ് 12 മണി രാത്രി എഴുന്നേറ്റ് കൊണ്ട് ഉപ്പാപ്പാണെങ്കിൽ ഇപ്പ ഐസ്ക്രീം ഓണോ എന്ന് പറഞ്ഞു. ഇപ്പ ഐസ്ക്രീം ഓണോ കൊണ്ടുകൊടുക്കൂലേ? തച്ച് പൊടിയാക്കോ? പൊടിയാക്കൂല. കൊടുക്കാനുള്ള എല്ലാ വഴിയും നോക്കി. ലാസ്റ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ കുറച്ച് ചൂടാവുന്നല്ലാണ്ട് എല്ലാ വഴി നോക്കി. കട അടുത്തിനോ ഇല്ലേ, ഇപ്പൊ വീട്ടിലത്ത് പോയാൽ ഉണ്ടാവോ, കന്യാത്ത് പോയാൽ വീട് തുറന്നിട്ടുണ്ടാവോ? അത് കൊടുക്കാനുള്ള എല്ലാ വഴിയും നോക്കിയിട്ട് അവസാനമായിരിക്കും പിന്നെ ചൂടാകല് അല്ലേ? അപ്പോ ആ സ്നേഹത്തിന്റെ പേടി, ആ പേടിയിൽ എന്ത് ചോദിച്ചാലും കൊടുക്കാൻ റെഡിയാ. അതാണ് മഹാന്മാരെ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ എന്ത് ചോദിച്ചാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുന്നു. നമ്മളെ നാട്ടിൽ കിടക്കുന്ന മഹാന്മാര് ഖാലിഖായ റബ്ബിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു അത് കൊടുക്കുന്നു. കാരണം എന്തുകൊണ്ടാണ്? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ വലിയ വലിയ മഹാന്മാർ, ആ മഹാന്മാർ ഒരു കാര്യം റബ്ബിനോട് സത്യം ചെയ്ത് പറഞ്ഞാൽ ലൗ അഖ്സമ അലല്ലാഹി ലഅബറാ. അത്തരം വലിയ വലിയ മഹാന്മാർ ഒരു കാര്യം തറപ്പിച്ച് പറഞ്ഞാൽ അല്ലാഹു അപ്പൊ തന്നെ നടപ്പിലാക്കി കളയും. അങ്ങനത്തെ മഹാന്മാർ നമ്മുടെ നാട്ടിൽ കിടക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ. ഇനിയോ പണ്ട് സദ്ദാം ഹുസൈന്റെ കാലത്ത് ബഗ്ദാദിൽ ഇങ്ങനെ ബോംബ് കൊണ്ടിടാണ്. അങ്ങനെ കൊണ്ടിടുമ്പോ മഹാന്മാര് കിടക്കുന്ന നാട്ടിനെ അള്ളാഹു അത്ര പെട്ടെന്ന് നശിപ്പിക്കൂല എന്ന് കിതാബിലുണ്ട്. സലഫികൾ കളിയാക്കാൻ തുടങ്ങി. കണ്ടില്ലേ നിങ്ങള് ജീലാനി തങ്ങൾ കിടക്കുന്ന നാട്ടിലെ ഇപ്പൊ പൊടിയാക്കുന്നു.
ജീലാനിതകൾ കിടക്കുന്ന നാട്ടിലാ പൊടിയാകുന്നത് എന്നിങ്ങനെ സലഫികളെ കളിയാക്കുമ്പോൾ നമുക്ക് തോന്നി ഇപ്പൊ ഇതിനൊരു ഉത്തരം കണ്ടുപിടിക്കണ്ടേ. നോക്കുമ്പോൾ ഇസ്മായിലിക്ക് ഞങ്ങളെ തഫ്സീറിൽ കാണുന്നുണ്ട്, അള്ളാഹു ഒരു മഹാന് കിടക്കുന്ന നാട്ടിനെ നശിപ്പിക്കാൻ വേണ്ടി അന്ന് തീരുമാനിച്ചാൽ ആ നാട്ടുകാര് മൊത്തം റബ്ബിന്റെ ധിക്കാരികളായി മാറിയാൽ, ഖാലിഖായ റബ്ബ് നാട്ടിനെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അള്ളാഹു ആദ്യമായി മഹാന്മാരോട് പറയും, മിണ്ടിപ്പോകരുത്, മിണ്ടാതിരിക്കണം, ഞാൻ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, മിണ്ടിപ്പോകരുത്. അള്ളാഹു തആല അവരെ വായി അടപ്പിച്ചാണ് ആ നാട്ടിൽ നശിപ്പിക്കുന്നത്. ഇസ്മായിലിക്ക് ഞങ്ങൾ തഫ്സീർ തീയതി വെച്ചത് കാണാം. അങ്ങനെ മഹാന്മാരോട് മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞാൽ പിന്നെ മഹാന്മാര് മിണ്ടൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ നാട്ടുകാരെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അള്ളാഹു നശിപ്പിക്കും കേട്ടോ. മഹാന്മാരെ സമ്മതപ്രകാരം അള്ളാഹു തന്നെ നശിപ്പിക്കും. അത് വലിയൊരു രോഗമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം, മഹാന്മാര് കടക്കുന്ന നാട് വലിയ ബറക്കത്തുള്ള നാടാണ്. അതുപോലെ ദർസ് നടക്കുന്ന സ്ഥലം വലിയ ബറക്കത്തുള്ള നാടാണ്. ഈ രണ്ട് ബറക്കത്തും അല്ലാഹു ചെയ്ത നാട്ടുകാരാണ് നമ്മുടെ നാട്ടുകാര്. ഓ എന്റെ നല്ലവരായ നാട്ടുകാരേ, ആ ബഹുമാനം നിലനിർത്താൻ നമുക്ക് എപ്പോഴും കഴിയണോ? ദർസിനോടുള്ള ബഹുമാനം നിലനിർത്താൻ നമുക്ക് കഴിയണോ? മഹാന്മാരോടുള്ള ബഹുമാനം നിലനിർത്താൻ നമുക്ക് കഴിയണോ? ഞാൻ ചിന്തിച്ചു പോകുന്നു, ഈ നാട്ടുകാർക്ക് മഹാന്റെ കുരുത്തക്കേട് കിട്ടിപ്പോകുമോ എന്ന് എനിക്കൊരു പേടിയാണ്. കാരണം ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം വരുമ്പോഴും ഇങ്ങനെ തന്നെയുണ്ട്, ഇപ്പോഴും ഇങ്ങനെ തന്നെയുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ നാട്ടിൽ എത്ര പൊരന്റെ പണി പൂർത്തിയായി, എത്ര വലിയ വലിയ കൊട്ടാരത്തിന്റെ പണികൾ പൂർത്തിയായി. അതൊന്നും നമുക്ക് വിഷയമേ അല്ല. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ ഈ നാട്ടിന്റെ തൊട്ടടുത്ത് ഒരു 3 ദിവസം മുമ്പ് ഞാനൊരു വാദിന് പോയി. ഞാൻ ആ പള്ളി ഉദ്ഘാടനത്തിന് 8 കൊല്ലം മുമ്പ് ആ പള്ളിക്ക് ഞാൻ പോയിട്ടുണ്ട്. അന്ന് നാട്ടുകാരാകുന്ന ആ നാട്ടുകാര് 10-20ഓളം ഫാനുകളും ആവശ്യമായ ബൾബുകളും ട്യൂബുകളൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ 9 കൊല്ലം മുമ്പ് ഉദ്ഘാടനമായ പള്ളിയാണ്. മിനിയാന്ന് 3 ദിവസം മുമ്പ് ആ പള്ളിയിലേക്ക് വാദിന് പോയി നോക്കുമ്പോ ആ പള്ളിക്ക് 3 ഡോറാണുള്ളത്. 3 ഡോറും കൂട്ടിയിട്ടില്ല. മരത്തിന്റെ പടിയടിച്ചിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. 9 കൊല്ലം മുമ്പ് കുടിയായ പള്ളിയാണ്. പക്ഷേ ആ പള്ളി കുടിയായതിന്റെ ശേഷം ആ നാട്ടിൽ 100കണക്കിന് വലിയ വലിയ വീടുകളുണ്ടായി. കോടികളെ വീടുകൾ അവിടെ കെട്ടിപ്പടുത്ത് ഉദ്ഘാടനം നടന്നിട്ടുണ്ട്. പക്ഷേ ആ പള്ളിക്ക് ഡോർ ഇല്ല. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ എന്തിനാ പറയുന്നത്? ഇതൊക്കെ അദബുകേടാണ്. നമുക്ക് അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങാൻ ഒരു പക്ഷേ കാരണമായി തീരും. ഏറ്റവും വലിയ ബഹുമാനിക്കേണ്ടത് റബ്ബിന്റെ വീടാണ്. ആ റബ്ബിന്റെ വീടായ പള്ളിക്കൊരു ഡോർ വെക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല എങ്കിൽ അല്ലാഹുവിന്റെ പള്ളിയെ അത് ധിക്കരിക്കലല്ലേ, ബഹുമാനം കുറക്കലല്ലേ. അൽഹംദുലില്ലാഹ്, ഞാൻ അവിടെ നിന്ന് പറഞ്ഞപ്പോ സ്റ്റേജിലുള്ള 3 മുതലാളിമാർ എഴുന്നേറ്റ് കൊണ്ടു, സാറേ എന്റെ വക 50,000ന്റെ ഡോറ്, എന്റെ വക 50,000ന്റെ ഡോറ്. 3 മുതലാളിമാര് 3 ഡോർ ഏറ്റെടുത്തപ്പോ പിന്നെയും തരാൻ കുറെ ആൾക്കാർ ബാക്കിയുണ്ട്. പക്ഷെ എന്തിനാ പിരിക്കേണ്ടത്? ഞാൻ പറഞ്ഞു 9 കൊല്ലമായില്ലേ റമദാൻ വരുമ്പോ പള്ളിക്ക് ഫൈൻഡാകണം. അങ്ങനെ എത്രയോ ഉറുപ്പിക അവിടെ കൂടി. ഞാൻ പറയുന്നത്, ഈ കാണുന്ന മക്ബറ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് നിങ്ങളൊക്കെ സഹകരിച്ചവരാണ്, സഹായിച്ചവരാണ്. പക്ഷേ അത് പോരാ. നമ്മളെ നാട്ടിൽ കിടക്കുന്ന മഹാന്മാരെ ബഹുമാനം കൊടുക്കല്, അവരെ കിടക്കുന്ന സ്ഥലവും പരിസരവും നല്ല ശുദ്ധമായിരിക്കണം, ഭംഗിയായിരിക്കണം. അവരുടെ സ്ഥാനത്തിനോട് യോജിച്ച മക്ബറ നമ്മളെ നാട്ടിൽ വേണം. നിങ്ങൾ കണ്ടില്ലേ, ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ശറഹുൽ മുഅദ്ദബിന്റെ തുടക്കത്തിൽ ഇമാമുന ശാഫിഈ തങ്ങളെ കുറിച്ച് വിശദീകരിക്കുമ്പോ പറഞ്ഞു, ഇമാം ശാഫിഈ തങ്ങള് അതാ അവിടുത്തെ മക്ബറിന്റെ മുമ്പിൽ വലിയ കുബ്ബയുണ്ട് കേട്ടോ. ആ കുബ്ബനെ കുറിച്ചിട്ട് 2ാം ശാഫി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇമാം നബവി തങ്ങൾ ശറഹുൽ മുഅദ്ദബിൽ എഴുതി വെക്കുകയാണ്, ശാഫി ഇമാമിന്റെ ഖബറിന്റെ മുമ്പിലുള്ള ആ കുബ്ബ അവരുടെ സ്ഥാനത്തിനോട് യോജിച്ച കുബ്ബയാണ് കേട്ടോ. കുബ്ബ കണ്ടില്ലേ? അടുത്ത് പോയിട്ടുണ്ടല്ലേ? ഞാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ പോകാൻ, ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടേണ്ട്. എത്തിപ്പെടാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. അതൊക്കെ യാത്ര കഴിഞ്ഞ് വന്നതാണ്. അല്ലാഹു തആല അവരൊക്കെ ബർക്കത്ത് കൊണ്ട്, ആ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. അവിടുത്തെ സ്ഥാനമാനത്തിനോട് യോജിക്കുന്ന വലിയ കുബ്ബ
ഇതെന്താ മനസ്സിലാക്കുന്നത്? അവരവരുടെ സ്ഥാനത്തിനോട് യോജിച്ച വലിയ വലിയ കുപ്പകളും കെട്ടിടങ്ങളും അവരെ മഖ്ബറയിൽ ആവശ്യമാണ്. എന്നാലേ ബഹുമാനം ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സാധാരണ ഒരു ഖബർ പോലെ ആ ജനങ്ങൾക്ക് ബഹുമാനം മനസ്സിലാവൂല. അതുകൊണ്ടല്ലേ ഇമാമികൾ പറഞ്ഞു, ഒരു പള്ളിവളപ്പിൽ ആ പള്ളിവളപ്പിൽ സാധാരണക്കാരന്റെ ഖബർ കെട്ടിപ്പൊക്കിയാൽ കമ്മിറ്റിക്കാരെ പോയി തച്ചു പൊളിക്കണം. സാധാരണക്കാരന്റെ ഖബർ ജമാഅത്തിന്റെ വളപ്പിൽ കെട്ടിപ്പൊക്കിയാൽ തച്ചു പൊളിക്കണം. എന്നാലോ അല്ലാമ സഖാവി, അവിടുത്തെ സഖാവിൽ എഴുതി വെച്ചത് കാണാം, ഫലീങ്ങളാകുന്ന മഹാന്മാരാകുന്ന ആരിഫ്യങ്ങളാകുന്ന ഔലിയാക്കന്മാർ അവരുടെ മഖ്ബറ കെട്ടിപ്പൊക്കുന്നതിന് വിരോധമില്ല. അത് ഔഖൂഫായ സ്ഥലത്താണെങ്കിലും കെട്ടിപ്പൊക്കുന്നതിന് വിരോധമില്ല. അല്ലാമ സഖാവി എഴുതി വെക്കുന്നു, അല്ലാമ മുഗ്നി എഴുതി വെക്കുന്നു, ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും വരെ കിതാബിൽ എഴുതി വെക്കുന്നു. മഹാന്മാരുടെ ഖബർ അവരുടെ ബഹുമാനത്തിനനുസരിച്ച് കെട്ടിപ്പൊക്കലും അതിന് കുപ്പപണിയൊക്കെ ആവശ്യം തന്നെയാണ്. അത് ഇസ്ലാമിന് എതിരാണെന്ന് ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അതിന്റെ തെളിവല്ലേ ലോകത്തെ ഏറ്റവും വലിയ കുപ്പ, ലോകത്തെ ഏറ്റവും വലിയ നേതാവായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുപ്പയാണ്. നിങ്ങളെ വിഷയം മാറിപ്പോകുന്നു, ഞാൻ ചുരുക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ കുപ്പ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുപ്പയാണ്. എന്നാൽ നിങ്ങൾക്കറിയുമോ, ആ റസൂലുള്ളാഹിന്റെ റൗളന്റെ നേരെ അപ്പുറത്തുണ്ട് ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസ്ഥാനി. ആ ഖബർസ്ഥാനിൽ 10,000 സ്വഹാബത്ത് അവിടെ കടക്കുന്നുണ്ട്, വലിയ വലിയ മഹാന്മാരവിടെ കടക്കുന്നുണ്ട്. ആ ജന്നത്തുൽ ബഖി ആകുന്ന ഖബർസ്ഥാനിൽ 10,000 കുപ്പകൾ ഉണ്ടായിരുന്നു. വലിയ 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 ചാറങ്ങളും വലിയ വലിയ കുപ്പകളും വലിയ വലിയ മഖ്ബറകളും ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തായി ഹിജ്റ 1145 ബൗദ്ധന്റെ ഭരണം പിടിച്ചെടുത്ത മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബി പണ്ഡിതനാണ്. അദ്ദേഹം തന്നെ കിതാബിൽ എഴുതി വെക്കുന്നു, എന്റെ ഭരണത്തിന്റെ ശേഷമാണ് ആ ജന്നത്തുൽ ബഖീലുള്ള വലിയ വലിയ കുപ്പകളെ ഞാൻ തച്ചു പൊളിച്ചത്. അൽബദിയുൽ ഖർഖദ് എന്ന് പറയുന്നൊരു കിതാബ് കാണാം. ആ കിതാബിൽ പഴയ ജന്നത്തുൽ ബഖീന്റെ ഫോട്ടോകൾ കാണാം, അതിൽ വലിയ വലിയ മഖ്ബറകൾ കാണാം. പക്ഷേ ഇന്ന് മദീനയിൽ പോയ ജന്നത്തുൽ ബഖീൽ കെട്ടിപ്പൊക്കിയ ഒരൊറ്റ ഖബറും അവിടെ കാണുന്നില്ല. ഒക്കെ നിരപ്പാക്കിയ ഖബർസ്ഥാനിയെ കാണുന്നത്. ഇതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിലെ വിദേശക്കാര് വന്നിട്ട് പറയും, ഓ കന്യാനത്ത് എവിടെന്നാ മഖ്ബറ, ജന്നത്തുൽ ബഖീൽ പോയാൽ മഖ്ബറ ഇല്ലല്ലോ, അത് കള്ളന്മാര് തച്ചു പൊളിച്ചതാണ്. 200 ചില്ലാനും കൊല്ലങ്ങൾക്ക് മുമ്പ് തച്ചു പൊളിച്ചതാണ്. 10,000 മഹാന്മാരുടെ വലിയ 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 മഖ്ബറ അവിടെ ഉണ്ടായിരുന്നു എന്ന് അൽബദിയുൽ ഖർഖദിൽ എഴുതി വെച്ചത് കാണാം. അതുപോലെ മുഹമ്മദ് ബിൻ കിബിരീത്ത് തങ്ങൾ 11-ാം നൂറ്റാണ്ടിലെ പണ്ഡിതനാണ്. അദ്ദേഹം അൽ ജവാഹിറു സമീന ഫി മഹാസിൽ മദീന എന്ന കിതാബിലും ആ മദീനയിലെ വലിയ മഖ്ബറകളെ കുറിച്ച് പറഞ്ഞത് കാണാം. എന്തേ പറയാൻ കാരണോ, റജബ് 13 രാത്രി അതാ ഉഹദിൽ കിടക്കുന്ന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആലയുടെ ഉറൂസായിരുന്നു. മദീനയിൽ ഈ അടുത്ത കാലം വരെ 1150 വരെ മദീനയിൽ ഉറൂസ്. ആ മദീനത്തെ പള്ളിയിലേക്ക് അതാ എല്ലാവരും യശാ നിസ്കാരത്തിന് വേണ്ടി വരുന്നു. യശാന്റെ നിസ്കാരം കഴിഞ്ഞാൽ മുത്തനബിന്റെ റൗദയിൽ സിയാറത്ത് നടത്തിയിട്ട് അവര് കാൽനടയാത്രക്കാരായിട്ട് ഉഹദിലേക്ക് പോവുകയാണ്. ഇമാമിങ്ങൾ കിതാബിൽ എഴുതി വെക്കുകയാണ്, അതൊരു സാധാരണ സംഗമമല്ല. എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത ലോകപ്രസിദ്ധമായ സംഗമമാണ് റജബ് 13 മദീനയിൽ നടക്കുന്നത്. അവരതാ നേരെ ഹംസത്തുൽ ഖറാർ തങ്ങളെ ഹദ്റത്തിലേക്ക് പോകുന്നു. അവിടെയുണ്ട് മഹാനവറുകളുടെ വലിയ മഖ്ബറ. ആ മഖ്ബറിന്റെ അരികിൽ പോയിട്ട് നേരം വെളുക്കുന്നത് വരെ അവിടെ ഖുർആൻ ഓതുകയാണ്. പോരാ, നേരം വെളുക്കുന്നവരെ വ്യത്യസ്തമായ ഹൽക്കകൾ ഉണ്ടാക്കിയിട്ട് മജ്ലിസുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ മൗലീദ് പാരായണം ചെയ്യുകയാണ്. മദീനയിൽ വെച്ചിട്ട് ഹംസത്തുൽ ഖറാർ തങ്ങളെ മഖ്ബറിന്റെ അരികിൽ വെച്ചിട്ട് വലിയ ഉറൂസ് നടന്നിരുന്നു. മഹാനായ മുഹമ്മദ് ബിൻ കിബിരീത്ത് തങ്ങളെ വരെ കിതാബിൽ എഴുതി വെച്ചത് കാണാം. ഇനി ഒന്നും കൂടി പറയട്ടെ, മഹാനവരുടെ കിതാബിലുണ്ട്, ആ സമയത്ത് ഉഹുദിൽ ഉണ്ട് സൂഖുൻ ലതീഫ്. ഹംസത്തുൽ ഖറാർ തങ്ങൾ ഉറൂസ് നടക്കുന്ന അന്ന് ഉഹുദിൽ ചെറിയ 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 ചന്തകൾ ഉണ്ടായിരുന്നു. അലുവക്കച്ചവടം, ചെറിയ ചെറിയ പെട്ടിക്കടകൾ വരെ ഹംസ റളിയല്ലാഹു അൻഹു ഉറൂസിനുണ്ടായിരുന്നു. ഉറൂസിന് മാത്രമല്ല തെളിവ്,
നമ്മുടെ റോഡ് സൈഡിലെ കച്ചവടത്തിനൊക്കെ തെളിവുണ്ടെന്ന ഇമാമികൾ കിതാബിൽ പറഞ്ഞു. അവലോ കച്ചവടം, പിന്നെന്ത് ചരുമ്പിരി, ഇങ്ങനെ ആമ്പിളിട്ട്, എനിക്കൊക്കെ ഇസ്ലാമിൽ തെളിവുണ്ടെന്നാ പറയുന്നത്. ഉറൂസിന്റെ സമയത്ത് അതൊക്കെ മദീനയിൽ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ പെട്ടിക്കടകൾ വരെ ആ ഉഹുദിന്റെ പരിസരത്തുണ്ടായിരുന്നു. ഇമാമികൾ എഴുതി വെക്കുമ്പോ ഒക്കെ വിദ്യാർത്ഥികാർ തച്ചു പൊളിച്ചതാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം, മഹാന്മാരോട് യോജിച്ച നിലക്കുള്ള ബിൽഡിങ്ങുകളും ആ മഹാന്മാർ യോജിച്ച മക്ബറകളും അവരോട് യോജിച്ച കുബ്ബകളും ഉണ്ടാകണം. അതൊന്നും തെറ്റാണ് എന്ന് ഇന്ന് വരെ ലോകക്കാരും പറഞ്ഞിട്ടില്ല. ഇബ്നു തൈമിയ്യയുടെ വാദമല്ലാതെ, അതുപോലെ തന്നെ ഇബ്നു അബ്ദുൽ വഹാബിന്റെ വാദമല്ലാതെ ലോകത്തൊരു പണ്ഡിതനും ഇതിനെതിരെ ശബ്ദിച്ചിട്ടില്ല. ആ വലിയ മഹാന്മാരെ കിടക്കുന്ന ഈ കന്യാനത്ത് അവരോട് യോജിച്ച വലിയ ബിൽഡിങ്ങുകളും അവരോട് യോജിച്ച വലിയ കുപ്പകളും ആവശ്യമാണ്. അടുത്ത ഉറൂസിന് മുമ്പായി ഇതിന്റെ പണി തീർക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിന്റെ എല്ലാ വഴികളും നീ തുറക്കണം റഹ്മാനേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഒരു നാട്ടിൽ മഹാന്മാരെ കിടക്കില്ല, നാട്ടിലേക്ക് വലിയ ബറക്കത്താണ്. ആരാണ് പരിശുദ്ധ ഖുർആനിൽ ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് പറയുമ്പോ പറഞ്ഞു, മസ്ജിദുൽ അഖ്സക്കുള്ള ബഹുമാനം ബറക്കനാഹു ലഹു, ചുറ്റുഭാഗത്ത് വലിയ ബറക്കത്താണ്. ഈ നാട്ടിലും പരിസരത്തിലും വലിയ ബറക്കത്താണ്. ആ ബറക്കത്ത് എന്നും നിലനിർത്തണം. അതിനെങ്ങനെയാ നിലനിർത്തല്? എല്ലാ വെള്ളിയാഴ്ച ജുമുഅക്ക് വന്നാൽ മഹാന്മാരെ മുമ്പിൽ പോയി സിയാറത്ത് ചെയ്യണം. ആഴ്ചന്റെ സിയാറത്ത്. പിന്നെയോ ബാക്കിയുള്ള എല്ലാ ദിവസവും പോരൊന്ന് ഫാത്തിഹയും പോകണം. ഇൻഷാ അല്ലാഹ് നാരിയത്ത് സ്വലാത്തിന്റെ മഹത്വം ഒരു 10 മിനിറ്റ് പറയണം. അപ്പൊ ഞാൻ അവിടെ അത് പറയാം. ആ മഹാന്മാരെ എപ്പോഴും ഫാത്തിഹ ഓതിയിട്ട് എപ്പോഴും സിയാറത്ത് ചെയ്യണം. എന്നാൽ അല്ലാമ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നാരിയത്ത് സ്വലാത്തിന്റെ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. ആ മദ്ഹ് പറഞ്ഞ് അവസാനം മഹാനവറുകൾ പറയുന്നു, നമ്മുടെ നാട്ടിൽ നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നവരെ കാണാം, ഹദ്ദാദ് ചൊല്ലുന്നവരെ കാണാം, ബദ്രിയത്ത് ചൊല്ലുന്നവരെ കാണാം, അതുപോലെ ദലാലുൽ ഖൈറാത്ത് ചൊല്ലുന്നവരെ കാണാം, അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവരെ കാണാം. അതേ ദലാലുൽ ഖൈറാത്തിന് വലിയ മഹത്വമുണ്ട്, ബദ്രിയത്ത് ചൊല്ലുന്നവനിക്ക് വലിയ മഹത്വമുണ്ട്, മഹാന്മാർക്ക് ഫാത്തിഹ ഓതുന്നവനിക്ക് വലിയ മഹത്വമുണ്ട്, ഹദ്ദാദ് നിലനിർത്തുന്നവനിക്ക് വലിയ മഹത്വമുണ്ട്. ഇതൊക്കെ വിശദീകരിക്കുന്ന കൂട്ടത്തില് അല്ലാമ ഖുർത്തുബി തങ്ങൾ അവരുടെ കിതാബിൽ എഴുതി വെച്ചത് കാണാം. വലാ തഹ്സുലു ഹാദിഹിൽ ഫവായിദു ഇല്ലാ ബിൽ മുദാവമാ. നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ വലിയ ഫലമുണ്ട്, ഹദ്ദാദ് ചൊല്ലിയാൽ വലിയ ഫലമുണ്ട്, ബദ്രിയത്ത് ചൊല്ലിയാൽ വലിയ ഫലമുണ്ട്, മഹാന്മാരെ അന്തരത്തിലേക്ക് ഫാത്തിഹ ഓതിയാൽ വലിയ ഫലമുണ്ട്. പക്ഷെ ഇതൊക്കെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അല്ലാമ ഖുർത്തുബി തങ്ങൾ എഴുതി വെക്കുകയാണ്, വലാ തഹ്സുലു ഹാദിഹിൽ ഫവായിദു ഇല്ലാ ബിൽ മുദാവമാ. ഈ പറഞ്ഞ ബഹുമാനമൊക്കെ ലഭിക്കണമെങ്കിൽ അത് നിത്യമാക്കുന്നവരാകണം. എപ്പെങ്കിലും ഒരിക്കൽ ഹദ്ദാദ് ചൊല്ലിയാൽ അതിന്റെ പുണ്യം കിട്ടൂല, എപ്പെങ്കിലും ഒരിക്കൽ മാത്രം ബദ്രിയത്ത് ചൊല്ലിയാൽ അതിന്റെ പുണ്യം കിട്ടൂല, എപ്പെങ്കിലും ഒരിക്കൽ മാത്രം നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ അതിന്റെ പുണ്യം കിട്ടൂല. അത് എപ്പോഴും നിത്യമാക്കുന്നവരാകണം. എന്നാൽ മാത്രമേ ഏതൊരു വിഷയത്തിലും ചൊല്ലിയതിന്റെ മഹത്വം ലഭിക്കണമെങ്കിൽ അത് നിത്യമാക്കുന്നവരാകണം. അല്ലാഹു ചെയ്യുന്ന അമലുകൾ മരണം വരെ നിത്യമാക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാര് കിടക്കുന്ന ഹദ്റത്തിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഈ മഹാന്മാരുടെ പാത പിന്തുടർന്നു ജീവിക്കുന്നവരാകണം. അവരെ പഠിപ്പിച്ച ജീവിതം എന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാകണം. മഹാന്മാരെ അനുസരിച്ച് ജീവിക്കുന്നവരാകണം. ഞാൻ ഇവിടെ കൂടിയ ഉമ്മമാരോട്, ഇവിടെ കൂടിയ സഹോദരങ്ങളോട് പറയട്ടെ, ഇബാദത്തുമായി ബന്ധപ്പെടുന്നവരാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാനൊരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നന്നായി ദിക്ർ ചൊല്ലുന്നവരാകണം, ദിക്റുമായി ബന്ധപ്പെടുന്നവരാകണം. ആ ദിക്റുകളെ കൂട്ടത്തില് വലിയ വലിയ ദിക്റുകൾ പഠിപ്പിച്ചത് കാണാം. മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ അടുത്ത് മലപ്പുറത്ത് ഒതുക്കുന്നതിൽ പോയി ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു അവിടത്തേക്ക് ആഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ, ആഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ,
ബഹറുൽ ഉലൂമ, ഇൽമിന്റെ ബഹറ, ഏത് സമയത്തും ദർസുമായി ബന്ധപ്പെടുന്ന മഹാനാണ്. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ എവിടെയും വാദിനസ് കിട്ടുന്നില്ല. ബാക്കി എല്ലാവരും വാദിനസ് കിട്ടും. എവിടെ പോയാലും ഏത് തങ്ങന്മാരായാലും ഏത് ഉസ്താദന്മാരായാലും വാദിനസ് കിട്ടാതെ ആരും എല്ലാവരും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതൊരു പുണ്യാണ്. കേരളത്തിലെ എല്ലാ തങ്ങന്മാരും പരിചയമുണ്ട്, കർണാടകയിലെ എല്ലാ തങ്ങന്മാരും പരിചയമുണ്ട്, എല്ലാ ഉസ്താദ്മാരും പരിചയമുണ്ട്. കാരണം അത് വാദിന് കിട്ടിയ പരിചയമാണ്. പക്ഷെ സുലൈമാൻ ഉസ്താദിനെ എവിടെ നിന്നും കിട്ടുന്നില്ല. കാരണം അങ്ങനെ പോക്കില്ലല്ലോ. അങ്ങനെ ഉസ്താദിനെ കാണാൻ വേണ്ടി പോയി അസർക്ക് 5 മണിക്ക് ഞങ്ങൾ അവിടെ എത്തുന്നു. ഉസ്താദ് ദർസിലാണ്, ഉസ്താദ് ക്ലാസ്സിലാണ്. അങ്ങനെ ക്ലാസ്സിന് കഴിയുമ്പോൾ 100 ആൾക്കാർ ആ പുഞ്ചിരിക്കുന്ന മുഖമൊന്ന് കാണാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളും മെല്ലെ അടുത്തെത്തി. ഞങ്ങളുടെ 3 ആൾക്കാർ അടുത്തെത്തി. കൈ പിടിച്ച് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. കൈകാലം പറക്കാണ്. കൈ പിടിച്ചപ്പോ എന്ത് പറയണമെന്ന് മനസ്സിലാകുന്നില്ല. എവിടെന്താ വന്നതെന്ന് ചോദിച്ചു. കാസർഗോട്ട് നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. എവിടെ പഠിച്ചതെന്ന് ചോദിച്ചു. സൈദിയിൽ പഠിച്ചതാണെന്നും പറഞ്ഞു. എന്താ വന്നതെന്ന് ചോദിച്ചു. ഉസ്താദ് എന്തെങ്കിലും ചെല്ലാൻ തരണമെന്ന് പറഞ്ഞു. ചെല്ലാൻ തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദിന്റെ മലപ്പുറത്തെ ഭാഷയിൽ പറയാണ്, നമ്മളെന്ത് ചെല്ലാൻ തരാനാ? നമ്മളൊക്കെ ആസിയല്ലേ, നമുക്ക് തെറ്റ് ചെയ്യുന്ന ആളല്ലേ. ദിവസം എത്ര തെറ്റാ ചെയ്യുന്നു, നമ്മ എന്ത് ചെല്ലാൻ തരാനാ? നമ്മ നല്ലോറും നിങ്ങൾ വിചാരിച്ച് നമ്മൾ ഇപ്പോഴും തെറ്റ് ചെയ്യുന്ന ആളല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചല്ല ഞാൻ തരാം. മുത്തുനബിയോട് വന്നിട്ട്, തന്റെ ഭാഷയാണ്, മുത്തുനബിയോട് വന്നിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ചെല്ലാൻ തന്നു എന്ന് പറഞ്ഞു. മുത്തുനബി ചൊല്ലി ളുഹ്ർ നിസ്കാരം എനിക്ക് 33 സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോ, 33 അൽഹംദുലില്ലാഹ് ചൊല്ലിക്കോ, 33 അല്ലാഹു അക്ബർ ചൊല്ലിക്കോ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ഒരെണ്ണം ചൊല്ലിക്കോ. എത്രയിപ്പോ? 33 ഒന്ന് 100ആയില്ലേ? ളുഹ്ർക്ക് ചൊല്ലിക്കോ, അസർക്കും ചൊല്ലിക്കോ, മഗ്രിബും ചൊല്ലിക്കോ, ഇശാക്കും ചൊല്ലിക്കോ, സുബഹിക്കും ചൊല്ലിക്കോ. 500ആയില്ലേ വൈലാരെ? ഉസ്താദിന്റെ ഭാഷയാണ്. 500ആയില്ലേ വൈലാരെ? ഫാത്തിമ ബീബി വന്നിട്ട് പറഞ്ഞ് ഉപ്പ അണക്കെന്തെങ്കിലും തരണോ എന്നാണ്. ഉസ്താദിന്റെ ഭാഷയാണ്. അണക്കെന്തെങ്കിലും തരണോ എന്നാണ്. മോളെ കടക്കുന്ന സമയത്ത് കടപ്പറയിലേക്ക് ചെന്നെങ്കിൽ ഒരു 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അത് ഒന്ന്. അങ്ങനെ 100 ചൊല്ലിക്കോ ചൊല്ലി. അത് 500, ഇത് 100. നിങ്ങൾ ചൊല്ലിക്കോ മൊയിലാരെ, ചൊല്ലിക്കോളി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉസ്താദ് പറയാണ്, അല്ല മൊയിലാരെ ഇപ്പൊ ഒരു നാളിൽ എത്ര ദിക്റായി? 500 നിസ്കാരത്തിന്റെ പിറകെ, ഒന്ന് ഉറങ്ങുമ്പോ 600 ആയില്ലേ? ഒരു നാളില് 600 ദിക്ർ. അങ്ങനെ 10 ചെല്ലിങ് എത്രയായി മൊയിലാരെ? 6000 ആയി. ഒരു മാസം ചെല്ലിങ് എത്രയാ മൊയിലാരെ? 18000 ആയി. അങ്ങനെ ഒരു 10 മാസം ചെല്ലിങ് എത്രയാ മൊയിലാരെ? 1,80,000 ആയി. യാ റബ്ബ്, ഞാൻ അപ്പളെ കണക്ക് കൂട്ടുന്നേ. ഉസ്താദിന്റെ കണക്ക് ഞാൻ കൂട്ടിയത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. നമ്മൾ ആരെങ്കിലും കണക്ക് കൂട്ടിയോ? കോടിന്റെ തന്നെ കണക്ക് കൂട്ടിയല്ലാണ്ട്, നമ്മൾ ലാക്കിന്റെ കൂട്ടിയല്ലാണ്ട് ഇതാരെങ്കിലും കൂട്ടിയോ? ഈ തസ്ബീഹിന്റെ എണ്ണം ഒരു 10 കൊല്ലക്കാലം ചൊല്ലാൻ തുടങ്ങിയ എത്ര കോടി ദിക്ർ നിങ്ങൾ ചിന്തിച്ചു നോക്കിയത്? എത്ര കോടി ദിക്റാ മരണം വരെ ചെല്ലാൻ ഈ ദിക്റൊന്ന് കഴിഞ്ഞാൽ എത്ര കോടിക്കണക്കിന് ദിക്റാ. എനിക്ക് ചെല്ലാൻ പണിയുണ്ടോ? ചെല്ലാൻ പണിയില്ല. നിസ്കാരത്തിന്റെ പുറകെ അങ്ങിരിക്ക ചെല്ലാൻ എല്ലാവരും ഇരിക്കുന്നു, ചെല്ലുന്നുണ്ട്. ചെല്ലാൻ യാതൊരു പണിയുമില്ല. നിങ്ങൾ നോക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മുമ്പിലേക്ക് വരുന്നു. മുഹാജിരീങ്ങളായ സ്വഹാബത്ത് വരുന്നു. ആ മുഹാജിരീങ്ങൾ വന്നിട്ട് പറയുന്നു, നബിയേ, മദീനക്കാരാകുന്ന അൻസാരികളാകുന്ന സ്വഹാബത്ത്, ആ അൻസാരികളായ സ്വഹാബത്ത് അവർ വലിയ ധർമ്മിഷ്ഠന്മാരാണ് നബിയേ. അവർക്ക് അല്ലാഹു തആല കൊടുത്ത സമ്പത്തുകൾ മുഴുവനും അവർ ദീനിന് വേണ്ടി ചെലവഴിക്കുകയാണ്. പക്ഷേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ മുഹാജിരികളായ സ്വഹാബത്തിന്റെ കയ്യിൽ ചെലവഴിക്കാൻ യാതൊരു സമ്പത്തും അവരെ കയ്യിൽ ഇല്ല. അവർ നാടും വീടും കുടുംബം സ്വത്തൊക്കെ വിട്ടിട്ടല്ലേ മദീനയിലേക്ക് പോയത്. അവരെ കയ്യിൽ യാതൊന്നുമില്ല. പക്ഷേ മദീനക്കാർ വലിയ പണക്കാരാണ്, അവർ വലിയ മുതലാളിമാരാണ്. അവർക്ക് അല്ലാഹു തആല കൊടുത്ത സമ്പത്തുകളെ അവര് ദീനിന് വേണ്ടി ചെലവഴിക്കുകയാണ്. അപ്പോഴാണ് മക്കക്കാരാകുന്ന സ്വഹാബത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, മദീനക്കാരാകുന്ന സ്വഹാബത്ത് അവര് സ്വതക്ക ചെയ്തിട്ട് വലിയ പ്രതിഫലം വാങ്ങുന്നവരാണ് നബിയെ. ഞങ്ങൾക്ക് ആ പ്രതിഫലം വാങ്ങാൻ ഞങ്ങളെ കയ്യിൽ സമ്പത്തില്ല നബിയെ, കയ്യിൽ സമ്പത്ത് ഇല്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് പോയ സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബ, നിങ്ങൾ ബേജാറാകണ്ട,
മദീനക്കാർ ചെയ്യുന്ന ആ സദഖന്റെ പ്രതിഫലം നിങ്ങൾക്കും കിട്ടണ്ടേ? നിങ്ങൾ എന്ത് വേണം? നിസ്കാരത്തിന്റെ വർഗം 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. ഈ ദിക്ർ ഒന്നും ചൊല്ലി 100 എണ്ണം പൂർത്തിയായിക്കോളൂ. മദീനക്കാരാകുന്ന അൻസാരികളാകുന്ന സ്വഹാബത്ത് ചെയ്യുന്ന ആ സദഖന്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ നന്നായി ദിക്ർ ചൊല്ലിക്കോളൂ. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ സ്വഹാബത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിനുള്ളിൽ ജോറായിട്ട് ദിക്ർ. നിസ്കാരത്തിൽ അങ്ങനെ പറഞ്ഞ ജോറായിട്ട് ഇങ്ങനെ ദിക്റാ. അങ്ങനെ ദിക്ർ ചെല്ലുമ്പോ മദീനക്കാർ ഓരന്തര കുറച്ചാൾക്കാർ എന്തോ ചെല്ലാൻ കഴിഞ്ഞല്ലോ, ഞമ്മക്കില്ലല്ലോ പഠിച്ചോ, ഇതെന്തൊരു ചെല്ലുന്നേ. മദീനക്കാർ ചിന്തിക്കാൻ തുടങ്ങി. മദീനക്കാർ കണ്ടുപിടിച്ച് നോക്കുമ്പോ മദീനയിൽ താമസിക്കുന്ന മക്കക്കാർക്ക് മുത്തുനബി കൊടുത്ത സ്പെഷ്യൽ ദിക്റ. എന്തിന്? മദീനക്കാർ കൊടുക്കുന്ന സദഖന്റെ കൂലി കിട്ടാൻ മക്കക്കാർക്ക്. ഇത് കേട്ടപ്പോ മദീനക്കാർ പറഞ്ഞു, ഞങ്ങൾക്കും അറിയിച്ചല്ല, ഞങ്ങളും ചൊല്ലൂ. അങ്ങനെ മദീനക്കാരും ചൊല്ലാൻ തുടങ്ങി നിസ്കാരത്തിന്റെ പുറകെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങിയപ്പോ മക്കക്കാരാകുന്ന സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് പോയിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് തങ്ങൾ സ്പെഷ്യലായി തന്ന ദിക്ർ അവർ മദീനക്കാരും ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട് നബിയേ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ, അത് അല്ലാഹു ചിലവർക്ക് കൊടുക്കുന്ന ഔദാര്യമാണ് കേട്ടോ. ഈ ദിക്റിന്റെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ ഹദീസ് പറഞ്ഞത് കാണാം. അപ്പൊ വലിയ സദഖന്റെ പ്രതിഫലമാണ് ഈ ദിക്ർ കൊണ്ട് കിട്ടുന്നത്. നിങ്ങൾ കണ്ടില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഈ 3 ദിക്റുകള്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്റുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നെ പറയാം. ഈ 3 ദിക്റുകൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 5 വക്ത് നിസ്കാരത്തിന്റെ പറക ചൊല്ലുന്നവരാകണം. എന്നാൽ ചില സ്ഥലങ്ങളിൽ മഗ്‌രിബ് നിസ്കാരത്തിന്റെ പറകെ അത് കാണുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിസ്കാരത്തിന്റെ പറക പള്ളിയിൽ പതിവായി കാണുന്നില്ലെങ്കിൽ അത് എവിടെ നിന്ന് പോയി എന്ന് എനിക്കറിയില്ല. ചെല്ലണ്ടാന്നൊരു മസല കിതാബിൽ എവിടെയും കാണുന്നില്ല. 5 വക്ത് നിസ്കാരത്തിന്റെ പറക ചെല്ലണമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവர்கள் പഠിപ്പിച്ചത്? അങ്ങനെയല്ലേ ഫുഖഹാഉ വരെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചത്? പക്ഷേ ചില പള്ളികളിൽ അത് കാണുന്നില്ല. അത് ഈ അടുത്ത കാലത്തായി പതിവായി വന്നതാണ്. അത് എവിടെ നിന്ന് വന്നു എന്റെ ഉറവിടം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയത് കുറെ സമയമായി, ഉറവിടം കിട്ടിയിട്ടില്ല. ഉറവിടം കിട്ടിയാൽ അടുത്ത കൊല്ലം വേല പറയുമ്പോൾ ഞാൻ പിന്നെ പറയാം. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മളെ പള്ളിയിൽ ചെല്ലുന്നില്ല എങ്കിൽ അതിന്റെ ദുആ കഴിഞ്ഞിട്ട് ഞമ്മക്കത് ചൊല്ലിക്കൂടെ? അതാ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് പുരയിലേക്ക് അങ്ങ് പോകുമ്പോ വെറുതെ പോകുമ്പോ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ എണ്ണിയിട്ട് അൽഹംദുലില്ലാഹ് എണ്ണിയിട്ട് അല്ലാഹു അക്ബർ എണ്ണിയിട്ട് പോയിക്കൂടെ? ഒരു ദിവസത്തിൽ 500 ദിക്റും കടക്കുമ്പോ 100 600 ദിക്റും ചൊല്ലിയാൽ, ഒരു 10 ദിവസം ചൊല്ലിയാൽ 6000 ദിക്ർ, ഒരു മാസമായാൽ 18,000 ദിക്ർ, ഒരു 10 മാസമായാൽ 1,80,000 ദിക്ർ. അതേ, ഒരു കൊല്ലം കഴിയുമ്പോൾ 2,16,000 ദിക്ർ. ഇങ്ങനെ എത്ര 10-20 കൊല്ലം അങ്ങനെ ചൊല്ലാൻ കഴിഞ്ഞാൽ നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ എത്ര അമലുകളാണ് മുഅ്മിനീങ്ങളെ. ഓ എന്റെ വയല് കേൾക്കുന്ന ഉമ്മമാരെ, ദർസിന്റെ വാർഷികത്തിൽ വന്നവരാണ് നിങ്ങളൊക്കെ. അതേ, സ്വലാത്തിന്റെ വാർഷികത്തിന് വന്നവരാണ്. ഈ ദർസിന്റെ വകയായി നിങ്ങൾക്ക് തരാനുള്ള ഒരു സമ്മാനമാണ് 5 വക്ത് നിസ്കാരത്തിന്റെ പുറകെ. എത്ര വലിയ തിരക്കുള്ളവരാണ് എങ്കിലും ഈ ദിക്ർ ഒഴിവാക്കല്ല. കിടക്കുന്ന സമയത്ത് ഒരു 100 ദിക്ർ ചൊല്ലാൻ മറക്കല്ല. ഇനി നിങ്ങൾക്കറിയുമോ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവர்கள் ഇസ്രാ മിഅ്റാജിന്റെ യാത്ര പോവുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അലബി മാലിക്കി എന്ന് പറയുന്നൊരു വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു. ആ മക്കയിലെ വലിയ പണ്ഡിതനായ 4 മദ്ഹബിനും പത്ത് കൊടുക്കാൻ പറ്റിയ പോരാ, അവസാന സമയത്ത് മുസ്ലിമിന്റെ സമ്മതപ്രകാരം മാത്രം രാജ്യം വിട്ട മഹാന, ആ മഹാനായ സയ്യിദ് അലബി തങ്ങള്
അലവി മാലിക് തങ്ങൾ നൂറുകണക്കിന് കിതാബുകൾ രചിച്ചിട്ടുണ്ട്. ആ കിതാബിന്റെ കൂട്ടത്തിൽ ഒരു കിതാബ് കാണാം, അൽ ഇസ്റാ വൽ മിറാജ്. ഇസ്റാ മിറാജിനെ കുറിച്ച് പറയുന്ന കിതാബാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഇസ്റാ മിറാജിനെ കുറിച്ച് പറയുന്നതിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ റബ്ബിന്റെ മുമ്പിലേക്ക് യാത്ര പോവുകയാണ്. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് യാത്ര അങ്ങോട്ട് മേൽപോട്ട് പോയി. ഒന്നാം ആകാശം കഴിഞ്ഞു, രണ്ടാം ആകാശം കഴിഞ്ഞു, മൂന്നാം ആകാശം കഴിഞ്ഞു. ഓരോ ആകാശത്തിലും ഓരോ മഹാന്മാരെ കാണുകയാണ്. അവസാനം ആറാമത്തെ ആകാശത്തിലെത്തിയപ്പോൾ അവിടെ നിൽക്കുന്നതാരാണ്? നേരത്തെ ഖബറിന്റെ ഉള്ളിൽ കണ്ട മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. അവിടെ നിന്ന് ഏഴാമത്തെ ആകാശത്തിൽ കയറിയപ്പോ ഏഴാമത്തെ ആകാശത്തിന്റെ ഡോറിൽ നിൽക്കുന്നതാരാണ്? ഉപ്പാപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാബിൽ ജന്ന, സ്വർഗത്തിന്റെ ഡോറിന്റെ അടുക്കൽ ഇരിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ സ്വർഗത്തിന്റെ ഡോറിന്റെ അടുക്കൽ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി സലാം പറഞ്ഞു. അസ്സലാമു അലൈക യാ ഇബ്രാഹിം. ഏഴാമത്തെ ആകാശത്തിൽ ഇബ്രാഹിം നബിക്ക് സലാം പറയാൻ ഫറദ്ദ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി സലാം മടക്കിയിട്ട് വഖാല, ഇബ്രാഹിം നബി പറഞ്ഞു, മർഹബ മർഹബ, മോനെ സ്വാഗതമുണ്ട്, മോനെ സ്വാഗതം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഏഴാമത്തെ ആകാശത്തിൽ മുത്തനബി യാത്ര പോകുന്ന സമയത്ത് വഴിയിൽ കണ്ട ഏഴാമത്തെ ആകാശത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആറാമത്തെ ആകാശത്തിലാണ് മൂസാ നബി ഇടപെട്ടത്. പോകുന്ന സമയത്ത് ഏഴാമത്തെ ആകാശത്തിൽ ഇബ്രാഹിം നബി ഇടപെടുകയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏഴാമത്തെ ആകാശത്തിൽ നിന്ന് പറയുന്നു, മുർ ഉമ്മതക ഫൽതുക്തിർ മിൻ ഖിറാസിൽ ജന്ന. ഓ നബിയേ, അങ്ങ് യാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോയാൽ മുർ ഉമ്മതക, അങ്ങയുടെ ഉമ്മത്തിനോട് കൽപ്പിക്കണം നബിയേ, ഫൽതുക്തിർ മിൻ ഖിറാസിൽ ജന്ന, അവര് സ്വർഗത്തിലേക്കുള്ള ചെടികളെ, തൈകളെ, കൃഷികളെ അധികരിപ്പിക്കട്ടെ. കാരണം എന്തുകൊണ്ടാണ്? ഫൈന തുർബതഹാ തയ്യിബ, സ്വർഗത്തിന്റെ മണ്ണ് നല്ല മണ്ണാണ്, കൃഷിക്ക് പറ്റിയ മണ്ണാണ്. വഅർളുഹാ വാസിഅ, സ്വർഗത്തിന്റെ മണ്ണ് വിശാലമായ മണ്ണാണ്. ആ സ്വർഗത്തിലേക്ക് തൈകളെ അധികരിപ്പിക്കാൻ, സ്വർഗത്തിലേക്ക് വന്നിട്ട് അവിടുത്തെ മണ്ണിൽ കൃഷി ഉണ്ടാക്കാൻ, കുറെ തൈകൾ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി അങ്ങയുടെ ഉമ്മത്തിനോട് കൽപ്പിക്കണം നബിയേ. ആറാമത്തെ ആകാശത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൽപ്പനയാണ്. ചോദിക്കുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ഓ ഉപ്പാപ്പാ, എന്റെ ഉമ്മത്തുകൾ സ്വർഗത്തിലേക്ക് നടേണ്ട കൃഷി ഏതാണ്? വമാ ഖിറാസുൽ ജന്ന, ആ സ്വർഗത്തിന്റെ തൈകൾ ഏതാണ്? സ്വർഗത്തിന്റെ കൃഷികൾ ഏതാണ്? ഖാല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അങ്ങയുടെ ഉമ്മത്ത് ലോകത്ത് വെച്ച് സ്വർഗത്തിലേക്ക് നടന്ന തൈകള് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ റജബ് മാസത്തിന്റെ 27ാമത്തെ രാത്രിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വർഗത്തിന്റെ ഡോറിൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോ ഈ ഉമ്മത്തിന് വേണ്ടി സ്വർഗത്തിലേക്ക് കൃഷി ഉണ്ടാകാൻ വേണ്ടി കൊടുത്തയച്ച ദിക്റാണ്. ഒന്ന് ചൊല്ലിക്കോളൂ ഒരു 3 വട്ടം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ദിക്ർ അധികരിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വർഗത്തിലേക്കുള്ള കൃഷികളാണിത്, സ്വർഗത്തിലേക്കുള്ള തൈകളാണ് പഠിപ്പിക്കുന്നത്. സ്വർഗത്തിന്റെ ഡോറിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്രാ മിറാജിന്റെ രാത്രി ഈ ഉമ്മത്തിന് വേണ്ടി ഉപ്പാപ്പ മുത്തുനബിന്റെ കയ്യിൽ കൊടുത്തയച്ച ഏറ്റവും വലിയ സമ്മാനമാണ്. അതുകൊണ്ട് ഈ ദിക്ർ കഴിവിന്റെ പരമാവധി അധികരിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ദിക്റാണ് നമ്മുടെ നാട്ടിൽ ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഹയ്യ അലസ് സ്വലാ,
ഹയ്യ അലൽ ഫലാ. ഭാഗ്യന്റെ ശബ്ദങ്ങൾക്ക് മുമ്പ് സംസാരിക്കാതെ ഈ ദിക്ർ നന്നായി പറയുന്നവരാകണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇനി നിങ്ങൾ കണ്ടോ, ഫീ റിവായത്തിൻ ഉഖറാ, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്താ പറയുന്നത്? അഖരി ഉമ്മതക മിന്നി അസ്സലാം, അങ്ങയുടെ ഉമ്മത്തിനോട് പോയിട്ട് എന്റെ സലാം പറയണം നബിയേ. എന്നിട്ട് വാഖബിറുഹും, ആ ഉമ്മത്തിനോട് പറയണം, എന്താ പറയേണ്ടത്? അന്നൽ ജന്നത തയ്യിബത്തു തുർബത്തി അദ്ബത്തുൽ മാഇ, സ്വർഗ്ഗത്തിന്റെ മണ്ണ് നല്ല മണ്ണാണ്, സ്വർഗ്ഗത്തിന്റെ വെള്ളം നല്ല വെള്ളമാണ്. ആ സ്വർഗ്ഗത്തിലേക്ക് അങ്ങയുടെ ഉമ്മത്ത് കുറെ കൃഷികൾ ഉണ്ടാക്കി വെക്കട്ടെ, കുറെ തൈകൾ ഉണ്ടാക്കി വെക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, ഓ നബിയേ, ഏതാണ് ആ തൈ, ആ കൃഷി ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കൃഷി കണ്ടോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ഉമ്മത്തിന് കൊടുത്തയക്കുന്ന സ്വർഗ്ഗത്തിലേക്കുള്ള കൃഷി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ദിക്റിനെല്ലാം പണിയുണ്ടോ? ദിക്റിനെല്ലാം പണിയില്ല. എന്തറിയോ, വെള്ളിയാഴ്ച നിന്ന് പള്ളി കുറച്ച് മുന്നേ വന്നിട്ടോ ഒരു 4 റക്അത്ത് നിസ്കരിക്കണം. അതിന്റെ പേരെന്താ? അതിന്റെ പേര് ഞങ്ങളുടെ നാട്ടുകാരൊക്കെ പറഞ്ഞ് 25 നിസ്കാരം എന്നാണ്. നമ്മുടെ നാട്ടുകാരൊക്കെ അതിനെ കുറിച്ച് പറഞ്ഞ് 25 നിസ്കാരം എന്നാ. ഏതാണത്? തസ്ബീഹ് നിസ്കാരം. ആ തസ്ബീഹ് നിസ്കാരം 4 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു റക്അത്തിൽ ഈ തസ്ബീഹ് 75 പ്രാവശ്യം പറയും. അങ്ങനെ പറയുമ്പോ 4 റക്അത്തിൽ അതാ 300 തസ്ബീഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാ, ഒരു ദിക്ർ ചൊല്ലിയ 10 കൃഷികളാണ്. അങ്ങനെ 300 തസ്ബീഹ് ചൊല്ലിയിട്ട് ഒരു തസ്ബീഹ് നിസ്കാരം നിസ്കരിച്ചാൽ നാളെ സ്വർഗ്ഗത്തിലേക്ക് ഒരൊറ്റ നിസ്കാരത്തിന് 3000-ലധികം വരുന്ന കൃഷികളാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ നമ്മളെല്ലാവരും അതിൽ നിന്ന് വല്ലാത്ത ശ്രദ്ധയിലാണ് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയാണ്, ഇബ്നു അബ്ബാസ്, ഓ ഇബ്നു അബ്ബാസ് തങ്ങളെ, അങ്ങേക്ക് ഞാനൊരു നല്ല കാര്യം പഠിപ്പിച്ചു തരട്ടെയോ? അത് ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളെ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ പാവങ്ങളും പൊറുക്കും കേട്ടോ. അപ്പോഴാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിക്കുന്ന, നബി അത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തസ്ബീഹ് നിസ്കാരം ചൊല്ലിക്കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ദിവസവും ഇത് ചെയ്യുന്നവരാകണം. കഴിയാത്തവർ ആഴ്ചയിൽ ചെയ്യണം, അതും കഴിയാത്തവൻ മാസത്തിൽ ചെയ്യണം, അത് കഴിയാത്തവൻ കൊല്ലത്തിൽ ചെയ്യണം, അതും കഴിയാത്തവൻ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണോ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ഉമ്മമാരെ തസ്ബീഹ് നിസ്കാരം അധികരിപ്പിക്കുന്നവരാകണം. ആ തസ്ബീഹ് നിസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ കൊടുത്തയച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ അതാ കൊടുത്തയക്കുന്നു. സുബ്ഹാന റബ്ബി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജിന്റെ രാത്രി അങ്ങ് പോയി. അങ്ങനെ പോയിട്ട് ഇബ്രാഹിം നബിനെ കണ്ട് സംസാരിച്ചിട്ട് അവിടുന്ന് നേരെ പോകുന്നത് റബ്ബിന്റെ മുമ്പിലേക്ക്. റബ്ബിന്റെ മുമ്പിൽ എത്തിപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിക്കാൻ കുറെ പാഠമുള്ളത് കൊണ്ടാണ് ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്. ഇസ്രാ മിഅ്റാജിന്റെ ചരിത്രം പറയലല്ല. നിങ്ങൾ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ എത്തുകയാണ്. അതാ റബ്ബിന്റെ മുമ്പിൽ എത്തുന്നതിന് ഒരല്പം മുമ്പ് തന്നെ അല്ലാഹുവിന്റെ ഹബീബിനെ കൂട്ടിക്കൊണ്ടുപോയ ജിബ്രീൽ അവിടുന്ന് സ്ഥലം വിട്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ പറയുന്നത്, നബിയേ, ഇനി മുമ്പോട്ട് പോയിക്കൊള്ളൂ, എനിക്കൊരു കാലെടുത്തു വെക്കാൻ അധികാരമില്ല. സുബ്ഹാന റബ്ബി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അങ്ങോട്ട് റബ്ബിന്റെ മുമ്പിലേക്ക് പോവുകയാണ്. ഖാലിഖായ റബ്ബിനെ കാണുകയാണ്. എങ്ങനെ ഖാലിഖായ റബ്ബിനെ കാണുന്നത്? യാതൊരു തടസ്സവുമില്ല. മൂസാ നബി അലൈഹിസ്സലാം ഖാലിഖായ റബ്ബിനെ കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ തൂർ സീനാ പർവ്വതത്തിലേക്ക് അല്ലാഹു 100 മറയിൽ നിന്ന് 99 മറയുടെ അപ്പുറത്ത് നിന്ന് ഒരു പ്രകാശം വെളിച്ചു വീശിയപ്പോൾ ആ വെളിച്ചം തൂർ സീനാ പർവ്വതത്തിലേക്ക് അങ്ങ് തട്ടിയപ്പോ മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതരായി വീണുപോയി. എങ്കിൽ ഖാലിഖായ റബ്ബിന്റെ മുമ്പിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോവുകയാണ്. റബ്ബിന്റെ മുമ്പിൽ പോകുന്നു, റബ്ബിനെ കാണുന്നു. ഒരു മറയും ഇല്ല, ഡയറക്റ്റായി ഒരു മറയുമില്ലാതെ ഖാലിഖായ റബ്ബിനെ നമ്മളെ ഹബീബ് കാണുന്നു. അവിടുത്തെ കണ്ണിന്റെ പവർ എന്തോ, ഒരു മറയുമില്ലാതെ ഡയറക്റ്റായി ഖാലിഖായ റബ്ബിനെ കണ്ട നേതാവി 99 മറയുടെ അപ്പുറത്ത് നിന്നൊരു പ്രകാശം കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം ബോധം കെട്ട് വീണതാണ്. എങ്കിൽ ഒരു മറയും ഇല്ലാതെ ഖാലിഖായ റബ്ബിനെ ഡയറക്റ്റായി കണ്ട നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി കണ്ട ഉടനെ പറയുന്നു, അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. 5 വക്ത് നിസ്കാരത്തിൽ മുഅ്മിനീങ്ങൾ ചൊല്ലുന്ന അത്തഹിയാത്ത് അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹനെ കണ്ടപ്പോ അങ്ങോട്ട് പറഞ്ഞ തഹിയ്യത്താണ്. അല്ലാഹു ഇങ്ങോട്ട് പറയുന്നു, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ മുത്തുനബിയും അല്ലാഹും അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞിട്ട് ഫഖറൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ സാജിദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിഖായ റബ്ബിന്റെ മുമ്പിലങ്ങ് സുജൂദിൽ വീഴുന്നു. റബ്ബിന്റെ മുമ്പിൽ പോയിട്ട് ഹബീബായ മുത്തുനബി തങ്ങള് റബ്ബിന്റെ മുമ്പിൽ സുജൂദിലങ്ങ് വീഴുമ്പോ വകല്ലമഹു റബ്ബുഹു ഇൻദ ദാലിക. ഖാലിഖായ റബ്ബ് മുത്തുനബിയോട് സംസാരിക്കുകയാണ്. യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ അല്ലാഹു വിളിക്കുകയാണ്. ലബ്ബൈക യാ റബ്ബി. അല്ലാഹ് ഞാനിവിടെ ഹാജറുണ്ട് റബ്ബേ. അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹ് പറയാണ്, ചോദിച്ചോളൂ നബിയേ, ആവശ്യമുള്ളത് ചോദിച്ചോളൂ നബിയേ. ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ റബ്ബിന്റെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുകയാണ്. ആവശ്യമുള്ളത് ചോദിച്ചോളൂ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന വാക്കെന്താണ് കേട്ടോ നിങ്ങള്? ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾ പറയാണ്, അല്ലാഹ് ഇന്നക ഇത്തഖൽത ഇബ്രാഹിമ ഖലീല. പടച്ചോനെ, നീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് ഖലീൽ എന്ന് പറയുന്ന വലിയൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. വഅതൈതഹു മുൽക്കൻ നദീമാ. ഇബ്രാഹിം നബിക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. വകല്ലംത മൂസാ തക്ലീമാ. നീ മൂസാ നബിയോട് സംസാരിച്ചിട്ടുണ്ട്. വഅതൈത ദാവൂദ മുൽക്കൻ നദീമാ. ദാവൂദ് നബിക്ക് വലിയ അധികാരം കൊടുത്തിട്ടുണ്ട്. വഅലംത ലഹുൽ ഹദീദ. ഇരുമ്പിനെ വള്ളമാക്കി ഉരുക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. വഅതൈത സുലൈമാന മുൽക്കൻ നദീമാ. സുലൈമാൻ നബിക്ക് പടച്ചോനെ നീ വലിയ അധികാരം കൊടുത്തിട്ടുണ്ട്. ജിന്നുകളെയും മനുഷ്യന്മാരെയും ശൈത്താന്മാരെയും ഒക്കെയും അതേ സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഈസാ നബിക്ക് തൗറാത്തും ഇഞ്ചീലും പഠിപ്പിച്ചു കൊടുത്തല്ല പടച്ചോനെ. നിന്റെ സമ്മതപ്രകാരം വെള്ളപ്പാണ്ട് രോഗം, കുഷ്ഠപാട് രോഗം, ഇതുപോലെ മരിച്ചവർ ഹയാതാക്കുന്ന കഴിവ് നീ മൂസാ നബിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ പടച്ചോനെ. ഇങ്ങനെ കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്ക് അല്ലാഹു കൊടുത്ത ഓരോരോ സംഗതികള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ മുത്തുനബി പറഞ്ഞത് മുഴുവനും കേട്ട ഖാലിഖായ റബ്ബിന്റെ
എന്റെ മറുപടി കേൾക്കണോ? ഓ നബിയേ, ഇബ്രാഹിം നബി ഖലീലാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഇബ്രാഹിം നബി കലീമാണെന്നല്ലേ പറഞ്ഞത്? എന്നാൽ തങ്ങൾ ആരാണെന്നറിയോ നബിയേ? ഹബീബാ, അങ്ങേ ഞാൻ തന്ന സ്ഥാനപ്പേര് അത് ഹബീബാണ് നബിയേ. ഇബ്രാഹിം നബി ഖലീലാണെങ്കിൽ, ഈസാ നബി റൂഹുള്ളയാണെങ്കിൽ, മൂസാ നബി കലീമുള്ളയാണെങ്കിൽ, അങ്ങ് ഹബീബുള്ളയാണ് നബിയെ. 1,24,000 വരുന്ന അംബിയാ മുർസലീങ്ങളില് ആകാശലോകത്തുള്ള കോടാനക്കോടി മലക്കുകളെ കൂട്ടത്തില് ഈ ഭൂമി ലോകത്ത് ഒരാൾക്കും അള്ളാഹു ഈ ഒരു സ്ഥാനപ്പേര് മുത്തുനബിക്കല്ലാതെ കൊടുത്തിട്ടില്ല. അള്ളാന്റെ ഹബീബിനെ മാത്രമായി കൊടുത്ത പേരാണ് ഹബീബുല്ലാഹ്. സുബ്ഹാന റബ്ബി, ഹബീബുല്ലാഹിനെ കുറിച്ച് മാത്രം ഒരു ദിവസം വാഴ്ന്നു പറയണം. അബ്ദുൽ കരീമുൽ ഹൗസാനി തന്റെ റിസാലിൽ അതിന് വിശദീകരണം പറയുന്നുണ്ട്. ഹബീബ് ഹബീബ് എന്ന് പറയുന്ന സ്ഥാനമുണ്ടല്ലോ, അതൊരു സാധാരണ സ്ഥാനമല്ല. ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ. ഒരാൾ മറ്റൊരാളെ ഹബീബാകണമെങ്കിൽ ഇമാമിങ്ങൾ പറയുന്ന വാക്ക് കണ്ടില്ലേ? ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവർകളും ഞാനും ഹബീബാണെന്ന് വെക്കുക. അങ്ങനെ ഞങ്ങൾ രണ്ടാളെ കുറിച്ച് ഹബീബ് എന്ന് പറയണമെങ്കിൽ ഉസ്താദ് പൊരുത്തപ്പെടാത്ത ഒറ്റ സംഗതിയും ഞാൻ ചെയ്യാൻ പാടില്ല, ഞാൻ പൊരുത്തപ്പെടാത്തത് ഉസ്താദും ചെയ്യാൻ പാടില്ല. ഉസ്താദിന്റെ പൊരുത്തം ഞാൻ കൊതിക്കുന്നു, എന്റെ പൊരുത്തം ഉസ്താദ് കൊതിക്കുന്നു. ഇങ്ങനെ ജീവിച്ചാലേ ഹബീബുള്ളയാവുകയുള്ളൂ. അത് ഒരേ ഒരു നേതാവ് മാത്രമാ, അത് നമ്മുടെ കരളിന്റെ കരളായ ഹബീബ് മുഹമ്മദുനിൽ മുസ്തഫ. ചൊല്ലിക്കോളൂ, മുഹമ്മദുനിൽ മുസ്തഫ, മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത പേരാണ്, സ്ഥാനപ്പേരാണ് ഹബീബുല്ലാഹി. എന്നിട്ട് മുത്തുനബിയോട് അല്ലാഹു പറയാണ്, വഅർസൽതുക ലിന്നാസി കാഫത്തൻ ബശീറൻ വനദീറാ. മുഅ്മിനീങ്ങളോട് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനും ധിക്കാരികളോട് നരകം കൊണ്ട് ഭയപ്പെടുത്തറിയിക്കാനും തങ്ങളെ ഞാൻ മുത്തം ജനങ്ങളിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് നബിയേ. വറഫഅതു ലക ദിക്റക, അങ്ങയുടെ മദ്ഹ് പറയല്ലേ, അങ്ങയെ പറച്ചല്ലേ, അങ്ങയുടെ സ്ഥാനമാനത്തിനെ ഞാൻ ഉയർത്തിയിരിക്കുന്നു നബിയേ. ലാ ഉദ്കറു ഇല്ലാ ദുകിർത മഈ, എന്നെ ഇവിടെ പറയുന്നുണ്ടെങ്കിലും എന്റെ കൂടെ തങ്ങളെ പറയപ്പെട്ടിട്ടല്ലാതെയല്ല, എന്റെ പേര് പറയുന്ന സകല സ്ഥലത്തും പറയപ്പെടുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കന്യാനത്തെ പള്ളിയിലെ ബാങ്കിൽ നിന്ന് കേൾക്കുന്നു, വെള്ളിയാഴ്ച ഖുതുബക്ക് റസൂലുള്ളാഹിനെ കേൾക്കുന്നു, നിക്കാഹിന്റെ ഖുതുബയിൽ അല്ലാഹുവിന്റെ പേരിന്റെ കൂടെ മുത്തുനബിന്റെ പേര് കേൾക്കുന്നു. ഇസ്ലാമതം സ്വീകരിക്കുന്നവൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അതാ അവസാനം പറയുന്നു, നബിയേ, ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹു തങ്ങളോട് പറയാണ്, വഅതൈതുക അദ സബ്അൻ മിനൽ മസാരി. ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ മുത്തുനബിയോട് അല്ലാഹു പറയുന്നേ, തങ്ങൾക്ക് ഞാൻ കുറേ സംഗതി തന്നിട്ടുണ്ട്. അതില് ആദ്യമായി പറയുന്ന വിഷയമാണ്, നബിയെ തങ്ങൾക്ക് ഞാൻ സബ്ഉൽ മസാനി തന്നിട്ടുണ്ട്. ലം ഉഅ്തിഹാ നബിയൻ ഖബലക, അങ്ങയുടെ മുമ്പുള്ള ഒരൊറ്റ പ്രവാചകന്മാർക്കും ഇത് കൊടുത്തിട്ടില്ല കേട്ടോ. അതാ സബ്ഉൽ മസാനി, അതാണ് സൂറത്തുൽ ഫാത്തിഹ. അതാണ് സൂറത്തുൽ ഫാത്തിഹ. അത് മുത്തുനബിക്ക് അല്ലാഹു തആല കൊടുത്ത സ്പെഷ്യലാണ്. ലോകത്തൊരു പ്രവാചകന്മാർക്കും അല്ലാഹു തആല ഇത് കൊടുത്തിട്ടില്ല. വലിയ ബഹുമാനമുള്ള സൂറത്താണ് ഫാത്തിഹ. അതിന്റെ ബഹുമാനമുള്ള എനിക്ക് തെളിവ് പോരെ? നിർബന്ധമായ 5 വക്ത് നിസ്കാരത്തിന് ഓതുന്നത് ഫാത്തിഹയല്ലേ? ഇതിനേക്കാൾ ബഹുമാനം വേറെ വല്ലതും പറയേണ്ടതുണ്ടോ? ആ ഫാത്തിഹ സൂറത്ത് മുത്തുനബി തങ്ങളുടെ അല്ലാഹു പറയാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് പറയുന്നു. വഅതൈതുക ഖവാതിമ സൂറത്തുൽ ബഖറ. സബ്ഉൽ മസാനി മാത്രമല്ല, അങ്ങേക്ക് സൂറത്തുൽ ബഖറയുടെ അവസാനമുള്ള ആമന റസൂൽ തങ്ങൾക്ക് തന്നിട്ടുണ്ട് നബിയേ. ആ
ആമന റസൂലു മിൻ കൻസി തഹ്തിൽ അർശ്, അർശിന്റെ താഴ്ഭാഗത്തുള്ള വലിയ നിധിയാണ് നബിയേ. ലം ഉഅ്തിഹാ നബിയ്യൻ ഖബ്ലക, അങ്ങയുടെ മുമ്പ് ഒരാൾക്കും ഇത് നൽകപ്പെട്ടിട്ടില്ല. എന്നിട്ട് അല്ലാഹ് പറയാണ് വഅതൈതുകൽ കൗസറ, നബിയെ തങ്ങൾക്ക് അല്ലാഹു ഹൗദുൽ കൗസർ തന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു വഅതൈതുക സമാനിയത അസ്ഹുമിൽ, ഒരു 8 കാര്യം തങ്ങൾക്ക് തന്നിട്ടുണ്ട് നബിയെ. അതെന്താണ്? അൽ ഇസ്ലാം, ഇസ്ലാമാകുന്ന സുന്ദര പ്രസ്ഥാനം തങ്ങളെ കയ്യിൽ തന്നിട്ടുണ്ട്. വൽ ഹിജ്റ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുക എന്നുള്ളത് അതും തങ്ങൾക്ക് തന്നിട്ടുണ്ട് നബിയെ. വൽ ജിഹാദ്, യുദ്ധം അത് തങ്ങൾക്ക് തന്നിട്ടുണ്ട് നബിയെ. വസ്സദഖ, പാവങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സക്കാത്ത് തങ്ങൾക്ക് തന്നിട്ടുണ്ട് നബിയെ. വസൗമി റമളാൻ, റമളാനിന്റെ നോമ്പ് തങ്ങൾക്ക് തന്നിട്ടുണ്ട് നബിയെ. വൽ അംറ ബിൽ മഅറൂഫി, നല്ലത് കൊണ്ട് കൽപ്പിക്കാൻ തങ്ങൾക്ക് തന്നിട്ടുണ്ട് നബിയെ. വന്നഹിയ അനിൽ മുൻകരി, ചീത്തയെ വിരോധിക്കാൻ തങ്ങൾക്ക് തന്നിട്ടുണ്ട് നബിയെ. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവസാനം പറയാണ് വഇന്നി യൗമ ഖലഖതുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ എന്നാണോ ഞാൻ പടച്ചത് അന്ന് മുതൽക്ക് ഫറൽതു അലൈക വഅലാ ഉമ്മതിക 50 സ്വലാ, ആകാശഭൂമികളെ എന്നാണോ പഠിച്ചത് അന്ന് മുതൽക്ക് അങ്ങയ്ക്കും അങ്ങയുടെ ഉമ്മത്തിനും 50 വക്ത് നിസ്കാരം തന്നിട്ടുണ്ട് നബിയേ. ഫഖും ബിഹാ അൻത വ ഉമ്മതുക, അങ്ങും അങ്ങയുടെ ഉമ്മത്തും ആ നിസ്കാരം നിന്ന് പോരുന്നവരാകണം. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം 2 സാധനം നമുക്ക് കൊടുത്തയച്ചു. അല്ലാഹു മുത്തു നബിയോട് ഫാത്തിഹ കൊടുത്തയച്ചു, അതുപോലെ ആമന റസൂൽ കൊടുത്തയച്ചു, നമുക്കതാ സ്വതക്ക കൊടുത്തയച്ചു, റമദാനിന്റെ നോമ്പ് കൊടുത്തയച്ചു, അതുപോലെ 50 വക്ത് നിസ്കാരം കൊടുത്തയച്ചു. അവസാനം വഴിയിൽ നിന്നിട്ട് 6ാമത്തെ ആകാശത്തിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം ഇടപെട്ടുകൊണ്ട് അതങ്ങ് ചുരുക്കിയിട്ട് 5ആക്കി മാറ്റുന്നു. ഖാലിഖായ റബ്ബ് ഈ ഉമ്മത്തിന് വേണ്ടി കൊടുത്തയച്ചതാണ് കേട്ടോ. ആ 5 വക്ത് നിസ്കാരം നിസ്കരിക്കുന്നവരാകണം, റമദാനിന്റെ നോമ്പ് നോക്കുന്നവരാകണം. അത് റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ടെന്ന് ഇസ്രാ മിറാജിന്റെ രാത്രി പ്രഖ്യാപിച്ചതാണ്. സ്വദഖ അധികരിപ്പിക്കുന്നവരാകണം, ഫാത്തിഹ അധികരിപ്പിക്കുന്നവരാകണം, ആമന റസൂൽ അധികരിപ്പിക്കുന്നവരാകണം. ഇബ്രാഹിം നബി കൊടുത്തയച്ച സ്വർഗ്ഗത്തിന്റെ ചെടികള് അരേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ അധികരിപ്പിക്കണം. അതുപോലെ സ്വർഗ്ഗത്തിന്റെ മറ്റൊരു ചെടിയാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ചെടികളൊക്കെ അധികരിപ്പിക്കുന്നവരാകണം. എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഈ വിഷയത്തില്. നിങ്ങൾ കണ്ടില്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇസ്രാ മിറാജിന്റെ യാത്രയാകുന്ന ദീർഘമായ യാത്രയിൽ ആകാശം കണ്ടു, അർശ് കണ്ടു, കുർസി കണ്ടു, സിദ്റത്തുൽ മുൻതഹ കണ്ടു, ലൗഹുൽ മഹ്ഫൂദ് കണ്ടു, സ്വർഗ്ഗം കണ്ടു, നരകം കണ്ടു, ഹൗദുൽ കൗസർ കണ്ടു, ഹൂറല്ലീങ്ങളെ കണ്ടു, സകലമാന വസ്തുക്കളെയും കണ്ടു. എന്നാൽ നിങ്ങൾക്കറിയുമോ നാളെ മഹ്ശറയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു അനുഗ്രഹം ചെയ്ത മുഅ്മിനീങ്ങൾ സ്വർഗ്ഗത്തിൽ കടന്നാൽ ആ സ്വർഗ്ഗത്തിൽ അതേ മുഅ്മിനായ മനുഷ്യന്റെ ആഗ്രഹം തീരുന്നില്ലോ. ആ സ്വർഗ്ഗത്തിൽ കിടന്ന മനുഷ്യന്റെ ആഗ്രഹം തീരുന്നത് എപ്പോഴാണ്? അവിടത്തെ കൊട്ടാരം കിട്ടിയാൽ ആഗ്രഹം തീരുന്നില്ല, ഹൂറുല്ലീങ്ങളെ കൊണ്ട് ആഗ്രഹം തീരുന്നില്ല. പിന്നെയോ ആഗ്രഹം തീരുന്നത് എപ്പോഴാണ്? അത് ഖാലിഖായ റബ്ബിനെ കാണലുകൊണ്ടാണ്, നമ്മെ പഠിച്ച അല്ലാഹുവിനെ കാണലുകൊണ്ടാണ്. അർഹമർ റഹീമായ റബ്ബേ, നിന്റെ ശറഫാക്കപ്പെട്ട ദാത്തിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം റഹ്മാനേ. എന്നാൽ നമ്മുടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിറാജിന്റെ ഒറ്റ യാത്രയിൽ 10 വട്ടം കണ്ടത് അല്ലാഹുവിനെയാണ്. കണ്ടോ? ഒരൊറ്റ യാത്രയിൽ 10 വട്ടം കണ്ടു അല്ലാഹുവിനെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാൽ ഇങ്ങനെ അല്ലാഹുവിനെ കാണാനുള്ള രഹസ്യം എന്താണ്?
ആ രഹസ്യം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതിനിടക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തും അധികരിപ്പിക്കുന്നവരാകണം. ഈ പറഞ്ഞ ദിക്റുകളൊക്കെ അധികരിപ്പിക്കണോ. അതിന് പുറമേ സ്വലാത്ത് അധികരിപ്പിക്കുന്നവരാകണം. ആ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്വലാത്ത് ഏതാണ്? ഇമാമികൾ കുറെ സ്വലാത്ത് പഠിപ്പിച്ചത് കാണാം. മഹാനായ യൂസുഫ് നബ്ഹാനി തങ്ങൾ അവിടുത്തെ സാദാത്തു താറയിനിൽ 1000ഓളം എന്ന സ്വലാത്തുകൾ പഠിപ്പിച്ചത് കാണാം. വ്യത്യസ്തമായ പുതിയ പുതിയ നല്ല 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 സ്വലാത്തുകളും അതിന്റെ ഒട്ടനവധി മഹത്തുക്കളും പറഞ്ഞത് കാണാം. ആ കൂട്ടത്തിൽ നിങ്ങൾ കണ്ടില്ലേ, വലിയ മഹത്വമുള്ള സ്വലാത്താണ്. ഇവിടെ മറ്റന്നാൾ നടക്കാൻ വേണ്ടി പോകുന്ന സ്വലാത്തുൻ നാരിയ. ആ നാരിയ സ്വലാത്തിന് മഹാന്മാര് പറയുന്ന പേരെന്താണ്? അസ്വലാത്തു തഫ്രീദിയ. സ്വലാത്തുൻ നാരിയക്ക് മഹാന്മാർ വെച്ച പേരാണ് സ്വലാത്തു തഫ്രീദിയ എന്ന്. വേണ്ട, ചില രാജ്യക്കാരതിന് മറ്റൊരു പേര് കൂടി പറഞ്ഞിട്ടത് എന്താണ്? ഈ സ്വലാത്തുൻ നാരിയെ ഏറ്റവും ഇഷ്ടപ്പെട്ട മഹാനാണ് അല്ലാമ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഖുർത്തുബി ഇമാം ഇഷ്ടപ്പെട്ട സ്വലാത്ത് ആയതുകൊണ്ട് തന്നെ ചില മഹാന്മാർ അതിന്റെ പേര് വെച്ചിരുന്ന സ്വലാത്തു തഫ്രീദിയത്തുൽ ഖുർത്തുബിയ്യ, അസ്വലാത്തു തഫ്രീദിയത്തുൽ ഖുർത്തുബിയ്യ. എന്നാൽ ചില കിഴക്ക് ഭാഗങ്ങളിൽ ഈ സ്വലാത്തിന്റെ പേര് തഫ്രീദിയ സ്വലാത്ത് എന്നല്ല. ചില രാജ്യങ്ങളിൽ ഇതിന് പറയപ്പെടുന്ന പേരെന്താണ്? അസ്വലാത്തുൻ നാരിയ. അപ്പൊ സ്വലാത്തുൻ നാരിയ എന്ന പേരുണ്ട്. ഉമ്മമാരെ ഇത് ശ്രദ്ധിക്കുന്നവരാകണം. സ്വലാത്തുൻ നാരിയ എന്ന പേര്, അതുപോലെ സ്വലാത്തു തഫ്രീദിയ എന്ന പേര്, അതുപോലെ സ്വലാത്തുൽ ഖുർത്തുബിയ എന്ന പേര്. എന്നിട്ട് മഹാനായ അല്ലാമ ഖുർത്തുബി തങ്ങൾ എഴുതി വെക്കുകയാണ്, ലിഅന്നഹും ഇദാ അറാദു തഹ്സീലൽ മത്ലൂബി, വല്ല ഉദ്ദേശം സഫലീകരിക്കാൻ വേണ്ടി അവരുദ്ദേശിക്കുകയാണെങ്കിൽ, ഔ ദഫ്അൽ മർഹൂബി, അല്ലെങ്കിൽ വല്ല വിഷമങ്ങൾ തട്ടിക്കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ, യജ്തമിഊന ഫീ മജ്ലിസിൻ വാഹിദ, നാട്ടുകാരെ മുഴുവനും ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടുകയാണ്. വയഖറഊന ഹാദിഹി സ്വലാത്തുൻ നാരിയ, എന്നിട്ട് നാരിയ സ്വലാത്ത് ചെല്ലുന്നു. ബിഹാദൽ അദദ്, ഈ എണ്ണം അനുസരിച്ച് പറഞ്ഞ എത്ര? 4444. 4444 പ്രാവശ്യം ഈ സ്വലാത്ത് ഇങ്ങനെ മജ്ലിസിൽ ഒരുമിച്ച് കൂടി ചെല്ലുകയാണ്. ഫയനാലു മത്ലൂബഹു സരീആ, അങ്ങനെ 4444 പ്രാവശ്യം അത് ചൊല്ലിയാൽ അവരെ ഉദ്ദേശം അപ്പൊ തന്നെ സഫലീകരിക്കുകയാണ്. ഇതുപോലെ കന്നാർ, ഒരു സാധനത്തിന് തീയിലിട്ടാൽ എപ്രകാരമാണോ തീ അതിനെ കരിച്ചു കളയുന്നത്, അത്രയും പെട്ടെന്ന് സൂപ്പർ പാസായി നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം കിട്ടുന്നു. 4444 നാരിയത്ത് സ്വലാത്തിനാണ് ചൊല്ലിയാൽ. ഇനിയോ വയുഖാലുലഹാ അസ്റാർ, ചില മഹാന്മാർ ഈ സ്വലാത്തിന് വേറൊരു പേര് പറയുന്നുണ്ട്. എന്താ പേര്? മിഫ്താഹുൽ കൻസ്. മിഫ്താഹുൽ കൻസ് അൽ മുഹീത് ലിനൈരി മറാമിൽ ലബീദ്. ചില മഹാന്മാർ വെച്ച സ്വലാത്തിന്റെ മറ്റൊരു പേരാണ് മിഫ്താഹു കൻസിൽ മുഹീത് ലിനൈരി മറാമിൽ ലബീദ്. അടിമകളുടെ ഉദ്ദേശ സാഫല്യത്തിന് സഫലീകരിക്കാൻ വേണ്ടിയുള്ള സ്വലാത്താണ്. ഏതാണ് സ്വലാത്ത്? അല്ലാമ ഖുർത്തുബി പറയാണ്, അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ലുഖദ വതൻഫർജു ബിഹിൽ ഖുറബ വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിറഗായിബ് വസ്നൽ ഖവാതിം വയസ്തസ്ഖൽ ഗമാമി ബിയദിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക. ഇതാണ് സ്വലാത്തുൻ നാരിയ എന്ന് പറയുന്നത്. ഇതാണ് സ്വലാത്തു തഫ്രീദിയ എന്ന് പറയുന്നത്. ഇതാണ് സ്വലാത്തുൽ ഖുർത്തുബിയ എന്ന് പറയുന്നത്. ഈ കന്യാനത്തുള്ള മുഅ്മിനീങ്ങളോട് ഞാൻ പറയട്ടെ, ഈ സ്വലാത്തുൻ നാരിയന്റെ മഹത്വം പറയാൻ പാവപ്പെട്ട എന്നെ കൊണ്ട് കഴിയില്ല. അതേ ഒരു സ്വലാത്തിന്റെ മജ്ലിസിൽ, നമ്മുടെ നാട്ടിലെടുത്ത് നടക്കുന്ന ഒരു സ്വലാത്തിന്റെ മജ്ലിസിൽ 4 മജ്ലിസായി സ്വലാത്തുൻ നാരിയന്റെ മഹത്വം പറയാൻ തുടങ്ങിയിട്ട് ഇനി മറ്റന്നാൾ 13-ാം തീയതി വീണ്ടും അതേ വിഷയം നടക്കുകയാണ്. പക്ഷേ ഇന്നവരെ സ്വലാത്തിന്റെ വാചകത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയും മഹത്വം ഇമാമികൾ ഇതിൽ വിശദീകരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, വഖാലിൽ ഇമാമുൽ ഖുർത്തുബി, മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ പറയാണ്, മന്ദാവമ അലാ ഹാദിഹി സ്വലാത്ത്, നാരിയത്ത് സ്വലാത്ത് ഒരാൾ നിത്യമാക്കിയാൽ, ചെറുപ്പക്കാരെ കേട്ടോളൂ, വഅലി കേൾക്കുന്ന ഉമ്മമാരെ ശ്രദ്ധിച്ചോളൂ,
വലിയ പണ്ഡിതനായ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം എഴുതിയ അല്ലാമ ഖുർത്തുബി 700-800 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാനാ. ആ മഹാനായ അല്ലാമ ഖുർത്തുബി ഞങ്ങൾ പറയാണ്, ഈ സ്വലാത്തിനെ ഒരാൾ നിത്യമാക്കിയാൽ കുല്ലയൗമിൽ എല്ലാ ദിവസവും ചൊല്ലുന്ന, എത്രയാ ചൊല്ലുന്നത്? 41 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം പറയാണ്. ഒരു ദിവസത്തിൽ ഒരാൾ 41 പ്രാവശ്യമോ അല്ലെങ്കിൽ 100 പ്രാവശ്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരു ദിവസത്തിൽ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ഫറജല്ലാഹു ഹമ്മഹു വഗമ്മഹു, അവന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്. ഫറജല്ലാഹു ഹമ്മഹു വഹമ്മഹു, അവന്റെ മുശിക്കുകൾ നീങ്ങി കിട്ടുകയാണ്, അവന്റെ ടെൻഷൻ മാറി കിട്ടുകയാണ്. വകസബ ഖുർബഹു, അവന്റെ വിഷമങ്ങൾ നീങ്ങി കിട്ടുകയാ. വയസ്സറ അംറഹു, അവന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാവുകയാ. എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും എളുപ്പത്തിലായി സഫലീകരിക്കുകയാണ്. അതാ അവന്റെ സ്ഥാനമനുസരിച്ച് അല്ലാഹു തആല അവന്റെ ഈമാനിക പ്രകാശം കൊണ്ട് പ്രകാശിപ്പിക്കുകയാണ്. അവൻ നല്ല നടപടിക്കാരനായി മാറുകയാണ്. അവന്റെ ഭക്ഷണത്തിന് അല്ലാഹു തആല വിശാലമാക്കുകയാണ്. ഇത് ഓരോന്നും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്, സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കുന്നു. അതാ മഹാന്മാര് പറയുന്നു, അവന്റെ റിസ്ഖിനെ അല്ലാഹു തആല വിശാലമാക്കുകയാണ്. അബ്വാബിൽ ഖൈറാത്തി വൽ ഹസനാ, എല്ലാ ഖൈറിന്റെയും എല്ലാ നന്മയുടെയും വാതിലുകൾ അവനിക്ക് തുറക്കപ്പെടുകയാ. എല്ലാ തുറക്കാത്ത വാതിലും തുറക്കുകയാണ്, അടക്കപ്പെട്ട വാതിലുകൾ തുറക്കുകയാണ്. അവന്റെ റിസ്ക് വിശാലമാവുകയാണ്, അവന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാവുകയാണ്, അവന്റെ പ്രശ്നത്തിന് പരിഹാരമാണ്, അവന്റെ ടെൻഷന് മാറുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, കാല മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു അവനെ കാക്കുന്നു. പോരാ, സ്വലാത്ത് നിത്യമാക്കുന്ന ഒരാൾക്ക് അല്ലാഹു ഭൗതിക ലോകത്ത് ഫഖർ കൊടുക്കൂല, അവനെ ഫഖീറാക്കൂല, ദാരിദ്ര്യനാക്കൂല, അല്ലാഹു അവനെ പട്ടിണിയിലാക്കൂല. അവന്റെ കൽബിലതാ മുത്തുനബിയോട് വല്ലാത്തൊരു മഹബ്ബത്തിനെ ഇട്ടുകൊടുക്കുകയാണ്. ദിവസത്തിലൊരു 41 പ്രാവശ്യം നാരിയത്തു സ്വലാത്ത് അല്ലെങ്കിൽ ഒരു 100 വട്ടം നാരിയത്തു സ്വലാത്ത് ചൊല്ലുന്നവര് അവരെ കൽബിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ മഹബ്ബത്തിനെ ഇട്ടുകൊടുക്കുകയാണ്. വലാ യസ്അലു മിനല്ലാഹി ഹാജത്തൻ ഇല്ലാ അഅതാ, എന്ത് ആവശ്യം ചോദിച്ചാലും അപ്പൊ തന്നെ അത് നിറവേറ്റുന്നു. എന്നിട്ട് മഹാന്മാര് പറയാണ്, ഈ നാരിയത്ത് സ്വലാത്ത് കങ്കും മിങ്കുനൂസില്ല, അള്ളാന്റെ നിധിയിൽപ്പെട്ട ഒരു നിധിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വദക്കറഹ, മഹാന്മാർ ഇതിന് പേര് പറഞ്ഞത് എന്താണ്? മിഫ്താഹു ഖസാഇനില്ലാ, അല്ലാഹുവിന്റെ ഖജനാവിന്റെ താക്കോൽ എന്ന് പോലും നാരിയത്ത് സ്വലാത്തിലേക്ക് മഹാന്മാര് പേര് പറഞ്ഞിട്ടുണ്ട്. ഈ സ്വലാത്ത് നിത്യമാക്കിയ റബ്ബിന്റെ ഖജനാവ് തുറക്കുകയാണ്. അന്നമൻ ദാവമ അലൈഹാ മിൻ ഇബാദില്ലാഹി, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്നിട്ട് നാരിയത്തു സ്വലാത്തിനെ നിത്യമാക്കുന്നവരാരാണ്? വയൂസിലുഹു ബിഹാ ഇലാ മാ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കുന്ന പദവിയിലേക്ക് അല്ലാഹുവിനെ ചേർക്കുകയാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്ന സ്ഥാനത്തിലേക്ക് അല്ലാഹു ആ മനുഷ്യനെ ചേർക്കുന്നു. അതേ മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. എന്നിട്ടതാ പറഞ്ഞ് അവസാനം പറയാണ്, അതാ ഈ സ്വലാത്ത് നിത്യമാക്കുന്നവൾ ഹത്താ തകൂന ഫീ തർബിയതിഹിൽ മുഹമ്മദിയ്യ. ഞാൻ എന്താണ് ഇനി നിങ്ങളോട് പറയേണ്ടത്? നാരിയത്തു സ്വലാത്ത് നിത്യമാക്കുന്നവരാള് മോനെ
വയല് കേൾക്കുന്ന ഉമ്മ, വയല് കേൾക്കുന്ന പെങ്ങളെ, ദിവസത്തിൽ ഒരു 40 പ്രാവശ്യം നാരിയത്ത് സ്വലാത്ത് ചൊല്ലാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 100 സ്വലാത്ത് നിത്യമായി ചൊല്ലാൻ കഴിഞ്ഞാൽ, ആ സ്വലാത്ത് മുഖേന അവനതാ തർബിയത്തുൽ മുഹമ്മദിയ നിയന്ത്രണത്തിലാണ്. അവൻ റസൂലുള്ളാഹിന്റെ തർബിയത്തിലാണ്, അവൻ റസൂലുള്ളാഹിന്റെ നിയന്ത്രണത്തിലാണ്. അവൻ എവിടെ പോകണം റസൂലുള്ളാഹിന്റെ ഓർഡർ വരണം, എവിടെ ഇരിക്കണം റസൂലുള്ളാഹിന്റെ ഓർഡർ വരണം, എവിടത്തേക്ക് പോകണം മുത്തുനബിന്റെ ഓർഡർ വരണം. എല്ലാ ഹറകാത്ത് സകനാത്തുകൾ അവൻ മുത്തുനബിന്റെ തർബിയത്തിലാണ്, നിയന്ത്രണത്തിലാ. ഈ വലിയൊരു സ്ഥാനം കിട്ടാൻ ആഗ്രഹിക്കുന്നവര് കന്യാന നാട്ടിലുണ്ടോ? നാരിയത്ത് സ്വലാത്ത് നിത്യമാക്കുന്നവരാകണം. റസൂലുള്ളാഹിന്റെ പ്രത്യേകം നോട്ടമുണ്ട് കേട്ടോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവനെ നിയന്ത്രിക്കുകയാ. അല്ലാമ ഖുർത്തുബി തങ്ങൾ മാത്രം പറഞ്ഞിട്ട് പറയാണ്, ഇത് പറയുന്നൊരു അനുഭവമാണ് കേട്ടോ, എന്റെ അനുഭവമല്ല, ഖുർത്തുബി ഇമാമിന്റെ അനുഭവമാണ്. മഹാനവരുകൾ നാരിയത്ത് സ്വലാത്തിനെ സ്നേഹിച്ചിട്ട് അതേ മുഹമ്മദിയ തർബിയത്തിലായി പോയി. അവിടുത്തെ ഓരോ ഹറകാത്ത് സകനാത്തുകൾ റസൂലുള്ളാഹിന്റെ നിയന്ത്രണത്തിലാണ് കേട്ടോ. അങ്ങനെ തർബിയത്ത് കിട്ടിയ മഹാന്മാർ കേട്ടിട്ടില്ലേ നിങ്ങള്? അബുൽ അബ്ബാസുൽ മർസി അൽ അർശി തങ്ങള് വലിയ മഹാനാ, ബഗ്ദാദുകാരനാ. ആ അബുൽ അബ്ബാസുൽ മർസി തങ്ങള് 800 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചു വഫാത്തായ മഹാനാണ്. ആ മഹാനായ അബുൽ അബ്ബാസുൽ മർസി തങ്ങള് ഏത് സമയത്തും മുത്തുനബിയുടെ തർബിയത്തിലാണ് കേട്ടോ. അങ്ങകലെ മദീന റൗദന്റെ ഉള്ളിൽ കിടക്കുന്ന റസൂലുള്ളാഹി തങ്ങളെ അതാ പറയുന്നു അബുൽ അബ്ബാസുൽ മർസി തങ്ങള്, ഞാൻ 24 മണിക്കൂറും എന്റെ ഹബീബിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, മഹ്തജബ അന്നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തർഫത ഐനിൽ, ഒരു സെക്കൻഡ് എന്റെ കൺമുമ്പിൽ നിന്ന് എന്റെ ഹബീബ് അങ്ങ് മറഞ്ഞു പോയാൽ ഞാൻ എന്റെ ശരീരത്തിന് മുസ്ലിമീകളെ കൂട്ടത്തിലൊന്നുമില്ല. ആ നിനക്ക് മുത്തുനബിന്റെ തർബിയത്ത് കിട്ടിയ മഹാന്മാര് ഇമാമികൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. നിത്യമായി നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നവർ മുത്തുനബിയുടെ തർബിയത്തിലാണ് കേട്ടോ. ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ ഖുർത്തുബി തങ്ങൾ പറയാണ്, വലാ തഹ്സുലു ആദിഹിൽ ഫവായിദു ഇല്ലാ ബിൽ മുദാവമാ. നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാലോ വിഷമങ്ങൾ നീങ്ങി കിട്ടുന്നതാണ്, പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്, കാര്യങ്ങൾ എളുപ്പമാകുന്നതാണ്, കടങ്ങൾ വെട്ടിക്കിട്ടുന്നതാണ്, ജീവിതത്തിൽ നിന്ന് കാവൽ ലഭിക്കുകയാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞതിന്റെ ശേഷം അല്ലാമ ഖുർത്തുബി തങ്ങൾ പറയുന്നത്, വലാ തഹ്സുലു ആദിഹിൽ ഫവായിദു ഇല്ലാ ബിൽ മുദാവമാ. നിത്യമാക്കുന്ന ഒരാൾക്ക് അല്ലാതെ ഈ ബഹുമാനം കിട്ടൂല കേട്ടോ. മറ്റന്നാൾ മഹാനായ പുസോട്ട് തങ്ങളുസ്താദിന്റെ മകൾ ഷഹീറുൽ ബുഖാരി തങ്ങൾ വന്നിട്ട് നാരിയത്ത് സ്വലാത്തിന് നേതൃത്വം കൊടുക്കുമ്പോ ഈ കന്യാനയിൽ വാഴ്ന്നു നിൽക്കുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് അന്ന് സദസ്സിൽ വെച്ച് തീരുമാനമെടുക്കണം. ഇൻഷാ അല്ലാഹ് ഈ തങ്ങൾ തുടങ്ങി തന്ന സദസ്സിൽ വെച്ചിട്ട് തീരുമാനമാണ്, ഞാൻ ഇനി ഓരോ ദിവസവും രാവിലെ മുതൽ രാത്രി കടന്നിറങ്ങുന്നതിന് മുമ്പായി ഒരു 41 നാരിയത്ത് സ്വലാത്ത് ചെല്ലാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് നിങ്ങൾ പിരിയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അർഹമുർ-റഹീമായ റബ്ബ്, ഞങ്ങളെ സദസ്സിനെ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ
ഇങ്ങനെ നാരിയത്തു സ്വലാത്ത് പോലോത്ത, അതുപോലെ സ്വലാത്തുൽ മുൻജിയ പോലോത്ത വലിയ വലിയ സ്വലാത്തുകൾ നിത്യമാക്കുന്നവരാകണം. കേട്ടിട്ടില്ലേ നിങ്ങൾ? നമ്മുടെ ഉസ്താദവറുകള് നിങ്ങൾക്ക് എപ്പോഴും ചൊല്ലിത്തരുന്ന സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഈ സ്വലാത്തിന്റെ മഹാന്മാര് പറയുന്നത് അത് സ്വലാത്തുൽ ഫിർദൗസിയ എന്നാണ് അതിന്റെ പേര്. ഈ സ്വലാത്ത് നിത്യമാക്കുന്ന ഒരാൾക്ക് സ്വർഗം ലാസിമാണ് കേട്ടോ. പോരാ, സ്വലാത്തുൽ ഫിർദൗസിയ എന്ന് പറയുന്ന ചെല്ലാൻ വളരെ എളുപ്പമുള്ള അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം വളരെ എളുപ്പമായ സ്വലാത്താണ്. ഇത് നിത്യമായി ചൊല്ലുന്നവരാണ്. ഒരു ദിവസത്തിൽ 100 വട്ടം ചൊല്ലി, വെള്ളിയാഴ്ച 300 പ്രാവശ്യം ചൊല്ലി, അങ്ങനെ നിത്യമാക്കുന്ന ഒരാൾ ആരാണോ അവനങ്ങ് മരിച്ചിട്ട് ഖബറിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് ഖബറിന്റെ ഉള്ളിൽ നിന്ന് അവന്റെ ജനാസയെ, അവന്റെ മയ്യത്തിനെ സ്വീകരിക്കാൻ വേണ്ടി കൈനീട്ടുന്നതാരോ? അവന്റെ മയ്യത്തിനെ സ്വീകരിക്കാൻ അവരുടെ ഉള്ളിൽ നിന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ കൈനീട്ടി മയ്യത്തിനെ സ്വീകരിക്കുമെന്ന് ഇമാമികൾ അവരെ കിതാബിൽ എഴുതി വെക്കുമ്പോ, ഓ എന്റെ ഉപ്പമാരെ, നല്ലവരായ ചെറുപ്പക്കാരികളെ, നമ്മളെ ജനാസ മുത്തുനബി സ്വീകരിക്കണം, നമ്മുടെ മയ്യത്ത് ഹബീബായ തങ്ങൾ സ്വീകരിക്കണം. അതിന് സ്വലാത്തുൽ ഫിർദൗസിയ അധികരിപ്പിക്കണം. മുത്തുനബിന്റെ നോട്ടത്തിലായി വളരണം. നമ്മൾ കള്ളുകുടിയന്മാരാണ്, വ്യഭിചാരികളാണ്, മയക്കുമരുന്നിന്റെ അടിമകളാണ്, വേണ്ട ഇത്തരം ചെയ്യുന്നവരാണ്. പക്ഷേ മുത്തുനബിന്റെ നോട്ടം നമ്മളെ കയ്യിൽ കിട്ടിയാല് പിന്നെ ബടക്കിന്റെ പിന്നാലെ പോവില്ല, ഹറാമിന്റെ പിന്നാലെ പോവില്ല. അതുകൊണ്ട് മുത്തുനബിയുടെ തർബിയത്ത് കിട്ടാൽ നാരിയത്തു സ്വലാത്ത് അധികരിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ ഹബീബിനെ അതേ ഹബീബ് തങ്ങൾ അല്ലാഹുവിനെ കണ്ടത് 10 പ്രാവശ്യമാണ്. സ്വർഗം കണ്ട് നരകം കണ്ട് കാണേണ്ടത് മുഴുവനും കണ്ട്. എന്നാൽ നിങ്ങൾക്കറിയുമോ, ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ ഇങ്ങനെ മുത്തുനബിയെ കൊണ്ടുപോയിട്ട് അല്ലാഹു ഈ വലിയ അത്ഭുതങ്ങൾ കാണിച്ചതെന്തിനാ? ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു തആല മുത്തുനബിയെ കൊണ്ടുപോയിട്ട് അതാ സ്വർഗം കാണിച്ചു, നരകം കാണിച്ചു, ഹൗദുൽ കൗസർ കാണിച്ചു, സ്വർഗം കാണിച്ചു, കൊട്ടാരം കാണിച്ചു, ഉരുളീങ്ങളാകുന്ന തരടുമണികളെ കാണിച്ചു, എല്ലാം കാണിച്ച് ഖാലിഖായ റബ്ബിന്റെ ദാത്തിനെ 1 അല്ല 2 അല്ല 10 പ്രാവശ്യം കാണിച്ചു. എന്തിനാണ് ഇങ്ങനെ ഒരു വലിയ സംഭവം നടന്നത്? ഇമാമിങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് തുറന്ന കാലത്തിലൂതിയിട്ട് എല്ലാവരും മഹ്ശറയിലേക്ക് പോയാൽ ആ മഹ്ശറയിൽ ചെല്ലുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരേ ചിന്തയാകണം. സ്വർഗം കാണുമ്പോൾ അത്ഭുതപ്പെടാൻ പാടില്ല, നരകം കാണുമ്പോൾ അത്ഭുതപ്പെടാൻ പാടില്ല, ഉരുളിങ്ങളെ കാണുമ്പോൾ അത്ഭുതപ്പെടാൻ പാടില്ല, സ്വർഗീയ കൊട്ടാരം കാണുമ്പോൾ അത്ഭുതപ്പെടാൻ പാടില്ല, ഖാലിഖായ റബ്ബിന്റെ ദാത്തിനെ കാണുമ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല. എന്തേ കാരണോ? മുത്തുനബിക്ക് അല്ലാഹു മുൻകൂട്ടി ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ അതൊക്കെയും കാണിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇനി നാളെ പാരത്രിക ലോകത്തേക്ക് എത്തിയാൽ മുത്തുനബിക്ക് സ്വർഗം കാണുമ്പോൾ അത്ഭുതമില്ലാതെ കണ്ടതാ, നരകം കാണുമ്പോൾ അത്ഭുതമില്ലാതെ കണ്ടതാ, സിറാത്ത് പാലം കാണുമ്പോൾ അത്ഭുതമില്ലാതെ കണ്ടതാ, സ്വർഗത്തിലെ തരുണിമണികളെ കാണുമ്പോൾ അത്ഭുതമില്ലാതെ കണ്ടതാ. മുത്തുനബിന്റെ ശ്രദ്ധ ഒന്ന് മാത്രമാണ് മഹ്ശറയിൽ, ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി. ഈ പാവപ്പെട്ട നമ്മളെ കുറിച്ച് മാത്രമാണ് മുത്തുനബിയുടെ ചിന്ത. ഈ ഒരു ചിന്തക്ക് വേണ്ടിയാണ് അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ടുപോയിട്ട് ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ കാണിക്കേണ്ടത് മുഴുവനും കാണിച്ചു പോയി. ഓ എന്റെ സഹോദരങ്ങളെ, വഴി നിൽക്കുന്ന ഉമ്മമാരെ, നാളെ നമ്മുടെ ഹബീബിന്റെ ചിന്ത ഒന്ന് മാത്രമാണ്. എന്താണ് ചിന്ത? ഉമ്മത്തി എന്ന ചിന്തയാണ്. ആ ചിന്തയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹ്ശറയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റുകയാണ്. ഉമ്മത്തിന്റെ കാര്യത്തിൽ വലിയ ബേജാറില്ല, വേറെ ഒന്നും റസൂലുള്ള ചിന്തിക്കുന്നില്ല.
ഇല്ല. അതുകൊണ്ടല്ലേ 10 കൊല്ലക്കാലം ഖിദ്മത്തെടുത്ത അനുസൃതങ്ങളല്ലേ ചോദിച്ചത്, നബിയേ തങ്ങളെ ശഫാഅത്ത് എനിക്ക് കിട്ടണം, തങ്ങളെ ശഫാഅത്ത് എനിക്ക് കിട്ടണം നബിയേ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഓ അനസേ അന ഫായിലുൻ ഇൻഷാ അല്ലാഹ്, അങ്ങേക്ക് എന്റെ ശഫാഅത്ത് ഉണ്ടാകും. അപ്പോഴാണ് അനുസൃതങ്ങൾ ചോദിക്കുന്നു, നബിയേ തങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യാമെന്ന് പറഞ്ഞു ശരിയാണ്, തങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യാമെന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ നാളെ ഖാലിഖായ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ അവിടെ കോടിക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ നബിയേ തങ്ങളെ ഞാൻ എവിടെന്നാണ് കണ്ടുമുട്ടല്, തങ്ങളെ എവിടെന്നാണ് കണ്ടുമുട്ടല്? അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അനുസൃതങ്ങളോട് പറയുന്ന വാക്ക്, അവ്വലുമാ തത്ലുബുനി ഇൻദ സിറാ, നാളെ പാരത്രിക ലോകത്തെത്തിയാൽ ആദ്യമായി എന്നെ തേടേണ്ട സ്ഥലം അത് സിറാത്ത് പാലത്തിന്റെ അടുക്കലാണ് കേട്ടോ. അപ്പോഴാണ് അനുസൃതങ്ങൾ ചോദിക്കുന്നു, നബിയെ ഞാൻ അവിടെ വന്നു സിറാത്ത് പാലത്തിന്റെ അടുക്കൽ വന്നു നോക്കുമ്പോ അവിടെ തങ്ങളെ കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെ തേടണം നബിയെ? അപ്പോഴാണ് മുത്തനബി തങ്ങൾ പറയുന്നത്, തുലുബുനി ഇൻദൽ മീസാൻ, മീസാനാകുന്ന തുലാസിനടുക്കൽ തേടിക്കോ. അപ്പോഴും അനുസൃതങ്ങൾ നിർത്തിയില്ല, ഞാൻ അവിടെയും വന്നു നബിയെ, വന്നു നോക്കുമ്പോ അവിടെയും കാണുന്നില്ല. അപ്പോഴാണ് പറയുന്നത് നബി തങ്ങള്, എന്നെ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ തേടിക്ക, ഞാൻ ഈ 3-4 സ്ഥലത്തിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല. അഭിമന്യരായ ശൈഖുനാ ഉസ്താദിന്റെ പൊരുത്തത്തോടെ സരസിലുള്ളവർ എഴുന്നേറ്റ് നിൽക്കണം. മുഅ്മിനീങ്ങളെ, അതേ നാളെ നമ്മളെ കാത്തു നിൽക്കുന്ന നേതാവ്, നാളെ മഹ്ശറക്കെത്തുമ്പോ റസൂലുള്ളാഹിക്ക് പുതുമയില്ല. സ്വർഗം കാണുമ്പോ നരകം കാണുമ്പോ കൊട്ടാരം കാണുമ്പോ പുതുമയില്ല. അവിടുത്തെ ശ്രദ്ധ ഒന്ന് മാത്രമാണ്, പാവപ്പെട്ട ഉമ്മത്തിനെ കാത്തു നിൽക്കുന്നത് സിറാത്ത് പാലത്തിന്റെ മുമ്പിലാണ്. ഇപ്പുറത്തെ മീസാനാകുന്ന തുലാസിന്റെ അടുക്കലാണ്, അപ്പുറത്ത് പോയി ഹൗദുൽ കൗസറിന്റെ അടുക്കലാണ്. മഹ്ശറയിലെത്തിയോ, ആ മഹ്ശറിൽ എല്ലാ ജനങ്ങളും സങ്കടപ്പെടുന്ന, ടെൻഷൻ അടിക്കുന്ന, പൊട്ടിക്കരയുന്ന രംഗങ്ങൾ അത് 3 സ്ഥലങ്ങളാണ്. അതിൽ ഒന്നാമത്തെ സ്ഥലമാണ് സിറാത്ത് പാലം. അത് മുടിയേക്കാൾ നേരിയതാണ്, വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അതേ ഒരു സിംഗിൾ പാലമാണ്. അത് നരകത്തിന്റെ മുകളിലാണ്. ആരെങ്കിലും കാലെടുത്ത് വെക്കുമ്പോ കാലിടറിപ്പോയാൽ വീഴുന്നത് നരകത്തിലേക്കാണ്. ആ സിറാത്ത് പാലം കാണുമ്പോ കരയാത്തവരുണ്ടോ? മനസ്സ് പൊട്ടാത്തവരുണ്ടോ? കാലുകൾ പരസ്പരം കൂട്ടിമുട്ടാത്തവരുണ്ടോ? എല്ലാവരും നിലവിളിക്കുകയാണ്. കാരണം വാളിനേക്കാൾ മൂർച്ചയുള്ളൊരു സിംഗിള് പാലം, മുടിയേക്കാൾ നേരിയ ഒരു സിംഗിള് പാലം. ചവിട്ടിയാൽ വീഴുന്നത് നരകത്തിലേക്കാണ്. ചവിട്ടാതെ നിവൃത്തിയില്ല, റബ്ബിന്റെ തീരുമാനമാണ്. ആ സിറാത്ത് പാലത്തിന്റെ മുമ്പിൽ നമ്മളൊക്കെ നിലവിളിക്കുന്ന സമയം, നമ്മളെ കൈപിടിക്കാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കുന്ന നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടെ നിങ്ങോട്ട് വന്നാൽ ഏറ്റവും സങ്കടപ്പെടുന്ന 2ാമത്തെ സ്ഥലം മീസാനാകുന്ന തുലാസാണ്. ആ തുലാസിന്റെ മുമ്പില് ഫൈനൽ തീരുമാനമാണ്, അന്തിമ തീരുമാനമാണ്. നന്മകൾ അധികരിച്ചവര് സ്വർഗത്തിലേക്കാണ്, തിന്മകൾ അധികരിച്ചവര് നരകത്തിലേക്കാണ്. എല്ലാവരും സിറാത്ത് പാലം, അതേ മീസാനാകുന്ന തുലാസിന്റെ മുമ്പില് അല്ലാഹ് എന്റെ തുലാസ് ഏത് ഭാഗത്തേക്കാണ്? കാലിടറുന്നു, മനസ്സ് പൊട്ടുന്ന, കണ്ണിലൂടെ ദുരിതുരാ വെള്ളമുറ്റുകയാണ്. ആ സമയത്തതാ രക്ഷപ്പെടുത്താൻ വരുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. 3ാമതായി ഹൗദുൽ കൗസർ, കോടിക്കണക്കിന് ജനങ്ങൾ വെള്ളം കുടിക്കാൻ ഓടിപ്പോകുന്ന സ്ഥലമാണ്. എല്ലാവരും ചോദിക്കുന്നത് വെള്ളം എവിടെയാണ്? എല്ലാവരും പറയുന്നത് ഈ ഭാഗത്തേക്കാണ്. നോക്കുമ്പോ സുബ്ഹാന റബ്ബി, അവിടെ കാലിന്റെ വിരല് കുത്താൻ സ്ഥലമില്ല.
എല്ലാ അമ്പിയാക്കളും അനുയായികളും അവിടെ ഒരുമിച്ച് കൂടിയപ്പോ പാവപ്പെട്ട നമ്മൾ വിചാരിക്കുന്നു കിട്ടൂല ഇവിടെ അടുക്കേണ്ടതില്ല. അങ്ങനെ വിശന്ന് തായിച്ച് പടപടച്ചിട്ട് ഈ തിക്കും തിരക്കിന്റെ ഇടയിൽ അങ്ങോട്ട് പോകുമ്പോ അതാ ഡോറിൽ നിൽക്കുന്നു നമ്മുടെ ഹബീബ്, അതാ വാതിക്കൽ നിൽക്കുന്നു നമ്മുടെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഡോറിന്റെ ഇടയിൽ നിൽക്കുകയാണ്. അനലഹാ വരൂ മക്കളെ വരൂ. മുത്തുനബി മാടി വിളിച്ചിട്ട് ഔദുൽ കൗസർ കോരിക്കൊടുക്കുകയാണ്. മുഅ്മിനീങ്ങളെ, നാളെ മഹ്ശറകത്തിയ റസൂലുള്ളാഹി വരെ ഒരു ചിന്ത, ഉമ്മത്തി ഈ ഒരു ചിന്ത ഉണ്ടാകാനാ അല്ലാഹുവിന്റെ വലിയ ഹിക്മത്താണ് ഇസ്റാ മിഅ്റാജ് എന്ന യാത്ര ഉണ്ടാക്കിയതെന്ന് ചരിത്രത്തിൽ കാണാം. മുഅ്മിനീങ്ങളെ, സ്വലാത്ത് അധികരിപ്പിക്കണം. സ്വലാത്ത് ആഴ്ചയിൽ ചെല്ലുമ്പോ പള്ളിയിൽ വരണം. നാരിയത്ത് സ്വലാത്ത് അധികരിപ്പിക്കണം. ഫിർദൗസിയ സ്വലാത്ത് അധികരിപ്പിക്കണം. മുത്തുനബിയോട് ബന്ധം പുലർത്തണം. സിറാത്ത് പാലത്തിന് മുമ്പിൽ മുത്തുനബി കൈപിടിക്കണം. മീസാന്റെ മുമ്പിൽ മുത്തുനബി കൈപിടിക്കണം. ഔദുൽ കൗസറിന്റെ മുമ്പിൽ മുത്തുനബി കൈപിടിക്കണം. അതിന് മുത്തുനബിയുമായി വല്ലാത്ത ബന്ധം പുലർത്തിക്കൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ സരസ്വതി കബൂലാക്കണം റഹ്മാനേ.